പൈനാപ്പിൾ ജ്യൂസ് ഒന്ന് കുടിച്ചു നോക്കൂ, നല്ല ഫ്രഷ് പൈനാപ്പിൾ എന്ന് പറഞ്ഞിട്ട്. മധുരവും ഐസും ഒന്നും അതെ അതെ, ഷെഫിന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഓർത്തു ഷെഫിന് അത് വളരെ കൃത്യമായിട്ട് പറയാൻ കഴിഞ്ഞു. പക്ഷെ അത് എന്തുകൊണ്ട് ആൾക്കാർ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളത്. പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള ഒരു ഹൈ റെക്കമെൻഡേഷനാണത്. വെന്ത വെളിച്ചെണ്ണ, PCOS ഉള്ള കുട്ടികൾക്ക് ഇവർക്കെല്ലാം ഒരു സ്പൂൺ കഴിക്കാൻ പറ്റും. ഷവായി, ഷവർമ ഇതെല്ലാം പോരുന്ന് കഴിക്കുക. പിന്നെ മന്തി, ഇതെല്ലാം കഴിക്കാൻ പറ്റിയൊരു ഘട്ടാണോ മലയാളി സ്വന്തമായിട്ട് കൊണ്ട് നടക്കുന്നത്? ഇല്ല, അങ്ങനെയല്ല. അങ്ങനെ ഇത് അതിലേക്ക് നമ്മൾ എത്തുന്നുണ്ടെന്നാണ് അതിനൊരു ഫാക്ട്. അതാണ് ഈ നാവിൽ ഈ ടേസ്റ്റ് ആദ്യം കൊണ്ടെത്തിക്കുന്നത് പാരൻസ് തന്നെയാണ്. ഈ മധുരം എന്ന് പറയുന്നത് ബ്രെയിനെ എന്തുമാത്രം ഡാമേജ് ചെയ്യും? ഓവറോൾ സിസ്റ്റത്തിനെ ഡാമേജ് ചെയ്യല്ലേ. മധുരം അങ്ങനെ ഇങ്ങനെയൊന്നും ദഹിക്കില്ല. അതിങ്ങനെ ഓവറായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി കംപ്ലീറ്റ് സിസ്റ്റം ഡൗൺ ആവുകയാണ്. പിന്നെ നാച്ചുറലി നമ്മൾ ഉറക്കത്തിലോട്ട് പോകും. ഫാറ്റിനെ നന്നായിട്ട് ബേൺ ചെയ്യാനായിട്ട് പുളി ഹെൽപ്പ് ചെയ്യും. ഈ അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നതിൻ്റെ തൊട്ട് അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് എന്നർത്ഥം. ആൽക്കഹോളിക് ആയിട്ടിരിക്കുന്നവർക്ക് പിറ്റേ ദിവസം ഒരു തേങ്ങാവെള്ളം കൊടുക്കാനാണ് ഞാൻ പറയാറുള്ളത്. ആ തേങ്ങാവെള്ളം ഉടച്ച് ഒരു നുള്ളു ഉപ്പിട്ടാൽ അതിൽ ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്. ഒരു അര നാരങ്ങയും പിഴിഞ്ഞ് രാവിലെ വെറും വയറ്റിൽ അടിച്ചു കൊടുത്താൽ നല്ലതായി റീഫ്രഷ്ഡ്. ഇനി ഒന്നും ചെയ്യാനില്ല പ്രത്യേകിച്ച്. ഡോക്ടറായ കൂടി ഇരിക്കുന്നത് ജാതിക്ക വയറിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഹെൽപ്ഫുൾ ആണ്. നമ്മുടെ ചുറ്റിനും ഔഷധങ്ങളാണ് എന്നുള്ളതാണ്. താരന് അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എണ്ണകൾ യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ ദന്തപാലകേരം തന്നെയാണ് അതിൻ്റെ ഒരു കേരമുള്ളത്. പക്ഷേ റൂട്ട് കോസ് അവിടെ അല്ല. പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മുടെ അമ്മമാരൊക്കെ നമുക്കൊരു 6 മാസം കൂടുമ്പോഴും ഒക്കെ ഒന്ന് വയറ് ക്ലെൻസ് ചെയ്യുമായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ ഒരു ശീലം തന്നെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാ ഹോസ്പിറ്റലുകളും എഴുതി തള്ളിയതിന് ശേഷമാണ് ആയുർവേദത്തിലേക്ക് വരുന്നത്. ഇത് സത്യമാണോ ഡോക്ടർ? പെർഫെക്റ്റ്, വളരെയധികം ശരിയാണ്. എന്നിട്ട് പിന്നെ അവിടുന്ന് ശരിയായില്ലെങ്കിൽ കംപ്ലീറ്റ് പഴിയും ആയുർവേദക്കാർക്കാണ് താനും. Today we are not meeting just a doctor, we are meeting a healer. This is not a conversation about medicine. This is a conversation about life. We live in a world of fast food, fast lives and fast relief, and fast death is happening. But somewhere we are slowly losing our health. What if healing is not found in tablets, but in the way we live, the way we think and the way we care for ourselves? What if body already knows how to heal and we just forgot how to listen? This is Shine with Nalan, where conversations go beyond success into meaning. Today we explore healing beyond medicine with someone who lives it every single day. Welcome Dr. Pyari Mohan. Welcome to Shine with Nalan. Thank you. Come be my guest എന്നാണ് ഞാൻ പറയുന്നത്. Your name, Dr. Pyari, itself carries a certain warmth എന്നാണ് പറയുന്നത്. പ്യാരി എന്നുള്ള പേര്. പക്ഷെ ജോലി എന്ന് പറയുന്നത് പെയിൻ, സഫറിങ്, ഡിസീസ് ഇതെല്ലാമായിട്ട് കണക്റ്റഡ് ആണ്. സോ എൻ്റെ ചോദ്യം, ആരാണ് ഡോക്ടർ പ്യാരി? ഐ എം പ്യാരി മോഹൻ. ഞാൻ കൊട്ടാരക്കരയിൽ നിന്നാണ് വരുന്നത്. കൊട്ടാരക്കരയിൽ എനിക്ക് എൻ്റെ പേരുമായിട്ട് തന്നെ കണക്ട് ചെയ്യുന്ന രീതിയിൽ തണലോരം എന്നുള്ളൊരു ആയുർവേദ ഹോസ്പിറ്റലുണ്ട്. ആയുർവേദ പാരമ്പര്യത്തിലാണോ വന്നിരിക്കുന്നത്? അല്ല, ഡെഫിനറ്റ്ലി നോട്ട്. ഇതൊരു നേച്ചേഴ്സ് ചോയ്സ് അല്ല, നേച്ചേഴ്സ് കോളാണ്. അത് പറയണല്ലോ. അതെ. എങ്ങനെയാണ് കുട്ടിക്കാലമൊക്കെ എങ്ങനെയായിരുന്നു? സ്കൂളിലൊക്കെ എങ്ങനെയായിരുന്നു? സ്കൂളിലൊക്കെ ഞാനൊരു വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു. കൊട്ടാരക്കരയിലാണോ പഠിച്ചത്? കൊട്ടാരക്കരയിൽ എൻ്റെ LP ഗ്രേഡ് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിൻ്റെ പേരെന്തായിരുന്നു? അത് വിമലാംബിക. ആയിരുന്നു കുറച്ചൊക്കെ. അതിനുശേഷം ഞാൻ സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂൾ ഭരണങ്ങാനത്താണ് പഠിച്ചത്. വാസ് എ ബോർഡിംഗ് സ്കോളർ. കോട്ടയത്തായിരുന്നു. സ്കൂൾ ജീവിതത്തിൽ എങ്ങനെ കലാപരമായിട്ടും കായികമായിട്ടും ഒക്കെ വളരെ സ്പോർട്സ് ഞാൻ ഭയങ്കര എന്തൂസിയാസ്റ്റ് ആയിരുന്നു. ഭയങ്കരമായിട്ട് ഷട്ടിൽ ബാഡ്മിൻ്റൺ പ്ലെയറാണ്. ഇപ്പോഴും ഷട്ടിൽ ബാഡ്മിൻ്റൺ ഞാൻ ആക്റ്റീവായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു. കോളേജ് ലൈഫ് വാസ് ഇൻ മാംഗ്ലൂർ, മംഗലാപുരത്തായിരുന്നു. അവിടെയാണ് പഠിച്ചത്. കുഴപ്പമില്ലാണ്ട് പോയി. എനിക്കറിയാവുന്നൊരു ഡോക്ടർ പ്യാരി, അതായത് പ്യാരി ആയിരുന്ന സമയത്ത് എന്തൊക്കെ പരിപാടിയായിട്ട് നടന്നാലും പഠിക്കേണ്ട സമയമാകുമ്പോൾ പോയി പഠിച്ച് പാസ്സാവും എന്ന് പറഞ്ഞ സത്യമാണ്. പാസ്സാവണമായിരുന്നു. ഇറ്റ് വാസ് എ ചലഞ്ച്. അപ്പോൾ
നല്ല അടിപൊളിയായിട്ട് പാസ്സായി വന്നു എന്ന് പറയണം. അതെ, കാരണം ഞാൻ പല സുഹൃത്തുക്കളുടെ അടുത്ത് പറയുന്നത് അവരെല്ലാം ഇങ്ങനെ ജോളി അടിച്ച് നടക്കും, പക്ഷെ ഡോക്ടർ വ്യാരി പഠിച്ച് പാസ്സായങ്ങ് പോകും. കൂട്ടുകാരൊന്നും പഠിപ്പിക്കത്തില്ലായിരുന്നു. കൂട്ടുകാരൊക്കെ എനിക്ക് തോന്നുന്നു എന്നെയായിരുന്നു പഠിപ്പിച്ചിരുന്നത്. ഒരുപാട് ഉപദേശങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഫൈനൽ ഇയർ വാസ് വെരി ടഫ്, പക്ഷെ ഞാൻ പാസ്സായി. അച്ഛനും അമ്മയൊക്കെ? അച്ഛൻ വീട്ടിൽ തന്നെ ഉണ്ട്, അമ്മയും വീട്ടിലാണ്. ഷീസ് എ ഹോം മേക്കർ. പുള്ളിക്കാരിയാണ് ഇപ്പോഴത്തെ എൻ്റെ ഷെഫ്. അച്ഛൻ്റെ പേര്? അച്ഛൻ മോഹനൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അമ്മ വസന്ത. അവര് ആയുർവേദമായിട്ടൊരു ബന്ധമില്ല? ഇല്ല, അച്ഛൻ ആയുർവേദമായിട്ട് ബന്ധമില്ല. അച്ഛൻ നന്നായിട്ട് കൃഷി ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് വയലും ഒക്കെ ഉണ്ട്. അപ്പോൾ അച്ഛനാണ് എൻ്റെ ഒരു ബേസിക് മോട്ടിവേറ്റഡ് ടു ഡു എനിത്തിങ് ആൻഡ് എവറിത്തിങ്. സിബ്ലിങ്സ്? നോ, ഐ ആം സിംഗിൾ. എൻ്റെ ചോദ്യം, ഈ ആയുർവേദത്തിലേക്ക് വരാനുള്ള കാരണം എന്താണ്? ആയുർവേദം ഞാനുമായിട്ട് കണക്റ്റഡ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ആയുർവേദം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. ഇറ്റ് വാസ് എ കോൾ, ആസ് യു സേ. ഞാൻ ഐ ഡിഡ് മൈ ഇന്റേൺഷിപ്പ് ഇൻ പൂന്തോട്ടം ആയുർവേദ ആശ്രമം. അവിടെയാണ് ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തത്. പൂന്തോട്ടം അത് പാലക്കാടാണ്, ചെറുപ്പുളശ്ശേരി കുളക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ശരിക്കും ഇന്റേൺഷിപ്പ് എങ്ങനെയെങ്കിലും പോരാ എന്നുള്ളൊരു ഇതുമായിട്ട് അവിടെ അങ്ങനത്തെ ഒരു തോട്ടിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ഹവെവർ ഐ മസ്റ്റ് സേ അതെൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിരുന്നു എന്നുള്ളതാണ്. അവിടെ ഐ മെറ്റ് വിത്ത് ഡോക്ടർ PMS രവീന്ദ്രനാഥ്. അദ്ദേഹമാണ് എൻ്റെ ഗുരു. അപ്പോൾ അവിടെ ഐ ഹാവ് സീൻ മിറാക്കിൾസ് ദെയർ. ആയുർവേദം കൊണ്ട് ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഉണ്ട് ആയുർവേദത്തിൽ. നമ്മൾ പഠിക്കണതല്ലല്ലോ പ്രാക്ടീസിലേക്ക് വരുമ്പോൾ. കുറച്ചും കൂടെ നമ്മൾ ഇലാബറേറ്റ്ലി വി ആർ ഇൻ ടു ദ ഫീൽഡ് ആൻഡ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് എവ്രിബഡി. അവിടെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിരുന്ന കാലത്ത് വി ഹാവ് ടു ഡയറക്ട്ലി ഡു ദ തെറപ്പി ടു ദ പേഷ്യൻസ് എന്നുള്ളതാണ്. ഡോക്ടേഴ്സാണ് അവിടെ തെറപ്പി ചെയ്തിരുന്നത്. അപ്പോൾ ദർ ഇസ് ഡയറക്റ്റ് കണക്ട്. നമുക്കൊരു 3-4 പേഷ്യൻസിനെ നമുക്ക് തന്നെയാണ് തരുന്നത്. അപ്പോൾ തെറപ്പി ചെയ്യണം, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഇതിനിടയ്ക്ക് സാറിൻ്റെ കൂടെ OPയിൽ പോയിരിക്കും. സാറ് പറയേണ്ടത് ഇങ്ങനെ കൃത്യമായിട്ട് കേൾക്കും. അപ്പോൾ ഈ കുറേ കാര്യങ്ങളൊക്കെ സൈക്കോസൊമാറ്റിക് ആണ്. കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാണ് ആദ്യം മാനിഫെസ്റ്റ് ചെയ്യുന്നത്, പിന്നീട് അത് ശരീരത്തിലേക്ക് വരുന്നതാണ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലികളൊക്കെ വാസ് വെരി നൈസ് ആൻഡ് വെരി ഒരു ടച്ചിങ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു ഡിവിനിറ്റി മൊമെന്റ്. യെസ്. ഫ്രം ദെയർ ഐ റിയലൈസ് ദാറ്റ് ദിസ് ഈസ് ഇത് കൊള്ളാം. ഇതിൻ്റെ കുറച്ചും അവിടെ നമുക്ക് കുറച്ചും കൂടെ ലോജിക്കലി കുറേ കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഇതിങ്ങനെയാണ് ഇതിന് വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സമയത്ത് പേഷ്യൻസ് ഒക്കെ ഒന്ന് ഒതുങ്ങി കഴിയുമ്പോൾ സാറിനോട് ചെന്നിട്ട് ചോദിക്കാനുള്ളൊരു അവസരമൊക്കെ ഉണ്ട്. ഇതെന്താ ചെയ്യേണ്ടുന്നത്, ഇതെന്തുകൊണ്ടാണ് സാർ അത് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ ഹി ഡു എക്സ്പ്ലെയിൻ ഇറ്റ് വെരി ഡീപ്ലി. ഇതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ സാർ പറഞ്ഞു തരാറുണ്ടായിരുന്നു. ദാറ്റ് വാസ് എ ടേണിംഗ് പോയിന്റ്. അങ്ങനെയാണ് ഞാൻ ശരിക്കും ഇതെൻ്റെ പ്രൊഫഷൻ ആക്കണം എന്ന് തോന്നി. കോൾ വരുന്നത് ആയുർവേദം ഒരു ഹീലിംഗ് ആണോ അതോ ആയുർവേദം ഒരു റെമഡി ആണോ? ബോത്ത്. ഇറ്റ്സ് എ ഹീലിംഗ് ആൻഡ് എ റെമഡി ടു. ഇതിനൊക്കെ ഒരു പേർപ്പസ് ഉണ്ടെന്നാണ്. ഇപ്പോൾ ആയുർവേദത്തിൻ്റെ പല കാര്യങ്ങളും പല മെഡിസിൻസും എടുക്കുമ്പോൾ ഈ തുളസിക്കും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല പച്ചമരുന്നുകൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു കെമിക്കൽ കോമ്പോസിഷൻ ഉണ്ട്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ദെൻ ആ കെമിക്കൽ കോമ്പോസിഷനിലേക്ക് പോയി കഴിയുമ്പോഴാണ് ഇതിനകത്ത് ഇന്ന കെമിക്കൽസ് ഉണ്ട്. വി ഹാവ് ഇതിന് വേണ്ടിയിട്ടൊരു ബ്രാഞ്ച് തന്നെയുണ്ട്. ഒരു പ്ലാന്റിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ എന്തൊക്കെയാണ് അതൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെയാണ് വർക്കായത് എന്ന് നമുക്ക് മനസ്സിലാവും. പണ്ടുള്ള കാലത്ത് അനസ്തേഷ്യയ്ക്ക് പകരം യൂസ് ചെയ്തിരുന്നത് ഗഞ്ചയാണ്, cannabis ആണ്. It got a chemical constitution for the anesthetic thing എന്നുള്ളത്. Very true. Because I hail from an Ayurvedic family. You know that, right? I know. So truly understanding there is a big divinity magic behind this. Yes. Divinity on it. So modern medicine basically suppresses while Ayurveda expresses. Correct. What do you say about that? 100%. We always expresses the things first. എല്ലാ കാര്യങ്ങൾക്കും ആദ്യം ചില സിറ്റുവേഷൻസിൽ നമ്മളെല്ലാത്തിനെയും ഒന്ന് പ്രൊവോക്ക് ചെയ്യാറുണ്ട് ആയുർവേദം. ഒന്ന് പ്രൊവോക്ഡ് ആക്കിയിട്ട് എന്നിട്ട് അതിനെ ഒന്ന് സെറ്റിലാക്കി കൊണ്ടുവരുന്നതിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യം. ആദ്യമേ തന്നെ നമുക്കിപ്പോൾ ഒരു ബാക്ക് പെയിൻ ഉണ്ട്, വി ആർ ഗോയിങ് ടു ടേക്ക് എ പെയിൻ കില്ലർ ഫോർ ദാറ്റ്. അപ്പോൾ പിന്നെ ബാക്ക് പെയിൻ അറിയോ? ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ വേണ്ടാത്ത പോസ്റ്റേഴ്സും വെയിറ്റ് എടുക്കേണ്ടാത്ത കാര്യങ്ങളും വെയിറ്റ് എടുക്കരുതെന്ന് പറഞ്ഞെടുത്ത് പെയിൻ കില്ലർ കഴിച്ചിരിക്കുന്നിടത്ത് വി ആർ ഓക്കെ ടു ടേക്ക് ദ വെയിറ്റ്, വി ക്യാൻ.
അങ്ങനെ ചെയ്യുമ്പോൾ അത് സപ്രഷനല്ലേ. വി ആർ കോംപ്ലിക്കേറ്റിംഗ് ദ തിങ് അഗെയിൻ ആൻഡ് അഗെയിൻ, റൈറ്റ്? സോ അങ്ങനെ ചെയ്യരുത്. വേദന ഉള്ളിടത്ത് ഒന്നും കൂടെ വേദനയാക്കൂ. ഐ മീൻ അങ്ങ് ഡീപ്പ് വേദനയിലേക്കെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ചും കൂടെ ആ വേദന അവിടെ നിർത്തിക്കൊണ്ട് അതിനെ കുറച്ചെടുക്കാൻ ശ്രമിക്കുക. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ റൂട്ട് കോസ്. ബട്ട് ഡു പേഷ്യൻറ്റ് ഹാവ് ദ റിയൽ പേഷ്യൻസ് ടുഡേ? കാരണം ഇന്ന് പേഷ്യൻസ് ഇല്ലാത്ത കാലമാണ്. അതാണ് മോഡേൺ മെഡിസിൻ ഇത്രയും ക്ലിക്ക് ആവുന്നത്, അല്ലേ? അപ്പോൾ ഈ പേഷ്യൻസ് ഇല്ലാണ്ട് ഈ പകുതി വഴിയിൽ ഈ നേരെ വരും, ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുക്കും, മിക്ക ആൾക്കാരും പകുതി വഴിയിലിട്ടിട്ട് പോവുക ചെയ്യുന്നത്. അവരോട് എന്താ പറയാൻ? പിന്നെയും അത് കഴിഞ്ഞിട്ട് പിന്നെയും സഫർ ചെയ്യും. അതിനകത്തൊരു സിമ്പിൾ തിങ് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഈ സൂചിയും കൊണ്ട് എടുക്കേണ്ട സംഭവം തൂമ്പയും കൊണ്ട് എടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. അങ്ങനെയല്ലല്ലോ. സൂചിയോട് എടുക്കേണ്ട സൂചി കൊണ്ട് തന്നെ എടുക്കണം. അത് ഈ ഒരു മിഡ് പോർഷനിലോട്ട് ഇട്ടിട്ട് പിന്നെ അവർ പോവാണ്, പിന്നെ അതിന് തൂമ്പ വേണ്ടി വരും. പല ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് ചെല്ലുമ്പോഴും ഞാൻ അറിയുന്നത്, എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ കേട്ടിട്ടുള്ളത്, എല്ലാ ഹോസ്പിറ്റലുകളും എഴുതി തള്ളിയതിന് ശേഷമാണ് ആയുർവേദത്തിലേക്ക് വരുന്നത്. ഇത് സത്യമാണോ ഡോക്ടർ? പെർഫെക്റ്റ്, വളരെയധികം ശരിയാണ്. എന്നിട്ട് പിന്നെ അവിടുന്ന് ശരിയായില്ലെങ്കിൽ കംപ്ലീറ്റ് പഴിയും ആയുർവേദക്കാർക്കാണ് താനും. അങ്ങനെയുണ്ട്. അപ്പോൾ ആയുർവേദത്തിന് തനതായ സപ്പോർട്ട് ഇന്നത്തെ കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് താങ്കൾക്ക് കിട്ടുന്നുണ്ടോ? ഹോണസ്റ്റ്ലി അത്രയ്ക്കും കിട്ടുന്നില്ല. ഇല്ല. അതിനെപ്പറ്റി ഒരു ഡോക്ടർ എന്ന രീതിയിൽ എന്താണ് പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇതിലേക്ക് പല ആൾക്കാരും വരാൻ മടിക്കുന്നത് തന്നെ ഈ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നൊരു ഇല്ലാത്തത് കൊണ്ടാണ്. ഐ തിങ്ക് വി ഓൾ നീഡ് എ ബേസിക് സപ്പോർട്ട് സിസ്റ്റം. ഇപ്പോൾ കുറച്ചും കൂടെ ആയുർവേദം ആളുകളിലേക്ക് എത്തുന്നുണ്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ കൊച്ചിയിലാണെങ്കിലും കൊട്ടാരക്കരയാണെങ്കിലും എല്ലായിടത്തുമൊക്കെ ആയുർവേദം എസ്റ്റാബ്ലിഷ്ഡ് ആയി തുടങ്ങി പഴയതിനേക്കാൾ. അതുകൊണ്ട് ആ പാത്തിലായപ്പോൾ കുറച്ചും കൂടെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുമുണ്ട്. എനിക്കൊന്ന് ആയുഷ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കുറേ അധികം സപ്പോർട്ട് കൂടുതലായിട്ടുണ്ട്. ഡോക്ടറിന് ഒരാളുടെ ലൈഫ് സ്റ്റൈൽ, ഒരു ഹ്യൂമൻ ലൈഫ് സ്റ്റൈലിൽ എന്തുമാത്രമായിരിക്കും ആയുർവേദം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഒരു ഹ്യൂമൻ ലൈഫ് സ്റ്റൈൽ, ആയുർവേദം എന്ന് പറയുന്നതേ ഒരു ലൈഫ് സ്റ്റൈലാണ്. ഓഫ് കോഴ്സ് ഇതൊരു മെഡിസിനോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒരു മെഡിസിൻ പോലത്തെ ആ ഒരു ഏരിയ അല്ലല്ലോ. ഇറ്റ്സ് എൻ ഓൾ ടുഗെദർ, ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ. നമ്മുടെ രാവിലെ എഴുന്നേറ്റ് അതെ ആയുർവേദം എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ആയുർവേദം നമ്മുടെ കൂടെയുള്ള ആളാണ്. രാവിലെ എഴുന്നേൽക്കുന്നത് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം. അത് കഴിഞ്ഞിട്ടുള്ള ഓരോന്നും ഉണ്ട്. ഈ പറയണ ഇപ്പോൾ നമ്മൾ ഉഴിച്ചിൽ എന്നൊക്കെ പറയുന്ന അഭ്യംഗമൊക്കെ പണ്ടത്തെ ആൾക്കാർ പറയുന്നത് ഡെയിലി ചെയ്യണം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഷെഫിന് അറിയാമായിരിക്കും. പഴയ ആയുർവേദിക് ഫാമിലി ആയതുകൊണ്ട് തന്നെ യു മസ്റ്റ് ബി നോയിങ്. അന്നത്തെ അച്ഛന്മാരൊക്കെ രാവിലെ എഴുന്നേക്കും, അവരുടെ ഒരു കുളി, ഒരു എണ്ണ തേച്ചുള്ള കുളി, അവരൊക്കെ എനിക്ക് തോന്നുന്നു ഇയേഴ്സ് അവരുടെ ലൈഫ് സ്പാനും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അന്നും ഈ 98-ാമത്തെ വയസ്സിലും ഒരുപക്ഷെ പുള്ളിക്കാരത്തേക്ക് നല്ല മുടിയും പല്ലും ഉണ്ടാവും. നമുക്കൊന്നും 90 ഇപ്പോൾ 30 കഴിയണ്ട മുടി കൊഴിച്ചിലാണ്. അത് ഓരോരോ പ്രശ്നങ്ങളാണ്. അത്രയ്ക്ക് സ്ട്രെസ് എടുക്കുന്നുണ്ട്. എന്നാൽ പഴയ ആൾക്കാർ സ്ട്രെസ് എടുത്തിരുന്നു. 7-8 മക്കളുണ്ടായിരുന്ന കാലമാണ്, 10ൻ്റെ മേളിലൊക്കെ മക്കളുണ്ടായിരുന്ന കാലമുണ്ട്. അവർക്ക് സ്ട്രെസ് ഇല്ലേ? പക്ഷെ സ്ട്രെസ് ഉണ്ടായിരുന്നു, അവർക്കൊരു മാനേജ്മെൻ്റ് ഉണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇപ്പോഴത്തെ എസ്പെഷ്യലി ഈ ജെൻ അതൊക്കെ പറയുമ്പോൾ നമുക്കങ്ങനെ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം ഈസ് വെരി ബാഡ്. പിന്നെ എല്ലാം ഒരു ന്യൂക്ലിയർ ഫാമിലിയാണ്. വി ഡോണ്ട് ഹാവ് ടൈം ഫോർ എനിത്തിങ്. പെട്ടെന്നുള്ള എന്തെങ്കിലുമൊക്കെ സ്കെഡ്യൂൾ ചെയ്ത് ഒരു റെമഡി ഉണ്ടാക്കി അങ്ങനെ ലൈഫ് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി ലേഡീസ് സഫർ ചെയ്യുന്നതെല്ലാം അടിസ്ഥാനപരമായി എൻ്റെ ഒരു പഠനത്തിൽ മനസ്സിലാക്കുന്നത് അവർ യൂട്രസുമായിട്ട് ബന്ധപ്പെടുന്നു എന്നാണ്. കാരണം അവർ യൂട്രസ് ഷെഫിൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഇറ്റ് വാസ് ഒരു പൈനാപ്പിൾ ജ്യൂസ് ഒന്ന് കുടിച്ചു നോക്കൂ, നല്ല ഫ്രഷ് പൈനാപ്പിൾ എന്ന് പറഞ്ഞിട്ട്, ഉപ്പും മധുരവും ഐസും ഒന്നും ഇടാതെ. അതെ അത് ഞാനിങ്ങനെ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഓർത്തു ഷെഫിന് അത് വളരെ കൃത്യമായിട്ട് പറയാൻ കഴിഞ്ഞു. പക്ഷെ അതെന്തുകൊണ്ട് ആൾക്കാർ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം അതിൻ്റെ അടിയിൽ ഒരുപാട് തെറികളും പറയാറുണ്ട്. ഇയാൾ ഡോക്ടറാണെന്ന്. അപ്പം നമ്മളവിടെ ഡോക്ടർ പ്യാരിയാണ് ഇരിക്കുന്നത്. അപ്പം കൊട്ടാരക്കരയാണ് ഡോക്ടർ. ലേഡീസാണ് ഇന്ന് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത്. കാരണം ഡോക്ടർ ഈ പറഞ്ഞ സ്ട്രെസ്സ് ഇല്ലെങ്കിൽ ടെൻഷൻ ഇല്ലെങ്കിൽ വേറെ കുറേ വാക്കുകളുണ്ടല്ലോ,
ആങ്സൈറ്റി, പിന്നെ ഡിപ്രഷൻ, ഇതെല്ലാം കഴിഞ്ഞ 10 വർഷത്തിനകത്ത് ഡിക്ഷണറിയിൽ നിന്ന് തപ്പിയെടുത്ത വാക്കുകളാണ്. അതിനു മുമ്പ് ഞാൻ ഈ വാക്കുകളൊന്നും കേട്ടിട്ടില്ല. 10ഉം 13ഉം പെറ്റ അമ്മച്ചിമാർക്ക് ഇല്ലാത്ത ടെൻഷനും ഡിപ്രഷനും ആങ്സൈറ്റിയും ഡിസോർഡറും അങ്ങനെ പല വാക്കുകളൊക്കെയാണ്. അപ്പം ഇതെല്ലാം ബേസിക്കലി ഫുഡിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ മാറിയത് കൊണ്ടാണോ ഡോക്ടർ? അതൊന്ന്, ഇതെങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാം ഒരു ആയുർവേദ ഡോക്ടർ എന്ന രീതിയിൽ? നമ്മളെ ബാലൻസ് ചെയ്യുക ഇൻ എവ്രി വേ. അത് ഫുഡിലാണെങ്കിലും നമ്മുടെ ഇമോഷണൽ ആണെങ്കിലും എവറിതിങ് ഈസ് കണക്റ്റഡ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ സോ കോൾഡ് ആങ്സൈറ്റി, ഡിപ്രഷൻ, സാറ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ അത് ഇങ്ങനെ വരുന്ന എല്ലാവർക്കും ഉണ്ട്. ആങ്സൈറ്റി വരുന്ന എല്ലാവർക്കും ഡിപ്രഷനും ഉണ്ട്. അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാം. ഗട്ടിൻ്റെ കാര്യത്തിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മുടെ അമ്മമാരൊക്കെ നമുക്കൊരു 6 മാസം കൂടുമ്പോഴും ഒക്കെ ഒന്ന് വയറ് ക്ലെൻസ് ചെയ്യുമായിരുന്നു, ആവണക്കെണ്ണയും എന്തെങ്കിലുമൊക്കെ തന്നിട്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനൊരു ശീലം തന്നെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കോൺസ്റ്റിപ്പേഷൻ എന്നുള്ള പ്രശ്നം പറഞ്ഞിട്ട് കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ അമ്മമാർ വിളിക്കാറുണ്ട്, കുട്ടി കോൺസ്റ്റിപ്പേറ്റഡ് ആണ്, 2 ദിവസം 3 ദിവസം ഒന്നും വയറ്റിൽ നിന്ന് പോകാറില്ല, ശോധന ആകെ കുഴപ്പമാണ്. അതിനകത്ത് ബേസിക്കലി ഈ കുട്ടികൾ രാവിലെ ഒരു 7 മണിയാകുമ്പം സ്കൂളിൽ പോകുന്നവരുണ്ട്, 7:30 ട്യൂഷനുണ്ട് ഇതിനിടയ്ക്ക്. അപ്പോൾ ഇതിനുള്ള ടൈം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇതൊരു റൊട്ടീനായി. നമ്മളുടെ ബോഡി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബയോളജിക്കൽ ക്ലോക്ക്. ഈ സംഭവം നമ്മൾ ഇതിന് സമയം കണ്ടെത്തുന്നില്ല, അല്ലെങ്കിൽ ഇതിനെ സപ്രസ് ചെയ്യുന്നു, നമ്മൾ വേഗം ഇറങ്ങിപ്പോകുന്നു. അത് പിന്നെ ആവട്ടെ എന്ന് വിചാരിക്കുന്നതാണ്, ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് നോക്കാം. അത് ഇങ്ങനെ ഡെയിലി ചെയ്യുമ്പോൾ ഇതൊരു റൊട്ടീനാവും. പിന്നെ വയറ്റിൽ നിന്ന് പോയില്ല, പിന്നെ വി വോണ്ടഡ് ടു ടേക്ക് സം കൈൻഡ് ഓഫ് എ മെഡിസിൻ. അതാണ് എനിക്കിപ്പോഴും അറിയാവുന്നവരുണ്ട്, ഡെയിലി മെഡിസിൻ കഴിച്ചിട്ട് കോൺസ്റ്റിപ്പേഷൻ വയറ്റിൽ നിന്ന് പോകുന്നത് ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്. ഇറ്റ്സ് ഓൾ പ്രശ്നമാണ് എന്നുള്ളതാണ്, ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ ഒരുപാട് ഹോസ്പിറ്റൽസ് കയറി വന്നുകൊണ്ടിരിക്കുക, എല്ലാവരും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും പെട്ടെന്ന് ഓടിച്ചു വന്ന് ചികിത്സകൾ എടുക്കുക. എല്ലാവർക്കും ഇപ്പോൾ ഇൻഷുറൻസും ഉണ്ട്. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നതിനകത്ത് വലിയ ടെൻഷനും ഇല്ല. ഇപ്പം അടിസ്ഥാനപരമായി നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഇപ്പോൾ ആയുർവേദത്തിൻ്റെ ഇൻഫ്ലുവൻസ് കൂടിയാൽ എന്തൊക്കെയായിരിക്കും ജനങ്ങൾക്ക് പൊതുവെ ബെനിഫിറ്റ് ആയിട്ടുണ്ടാവുക? ഒരു ബേസിക് ലൈഫ് സ്റ്റൈല് കംപ്ലീറ്റ്ലി മാറണം എന്നുള്ളതാണ്. ഉറക്കം കൃത്യസമയത്താക്കുക, ഉണരുന്നതും ഒരു ടൈമിങ് ഉണ്ടാക്കുക. ഈ ഉറക്കവും ഉണരുന്നതും തന്നെ ബാലൻസ്ഡ് ആയാൽ അതിനകത്തൊരു കംപ്ലീറ്റ് ബെനിഫിറ്റായി നമ്മുടെ. പിന്നെ കൃത്യമായിട്ടുള്ള ഭക്ഷണ രീതികൾ. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ജങ്ക് ഫുഡാണ്. ഇപ്പം നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കണ്ടെന്ന് പറഞ്ഞാലും ബേസിക്കലി നമ്മുടെ നാവ് അങ്ങോട്ട് പോകാറുണ്ട്. ഒരു വല്ലാത്ത ആളാണ് ഈ നാവെന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ വി ആർ ഓൾ ഫൈൻ. ഇത് ഭയങ്കര ഒരു ബെനിഫിറ്റായിട്ട് നമുക്ക് വരും. എല്ലാം ഒന്ന് അലൈൻഡാവും. രാവിലെ പഴയ അമ്മമാരെ എടുത്തു നോക്കിയാൽ, പഴയ അമ്മമാരെ കൊണ്ട് ഇപ്പം നൂഡിൽസ് കഴിക്കാനിരുത്തിയാലോ ബർഗർ കഴിക്കാനിരുത്തിയാൽ അവർക്ക് വേണ്ടാന്ന് പറയും. അവർക്കത് കഴിച്ചിട്ട് അവർ തുപ്പിക്കളയും ചെയ്യും. അപ്പം അടിസ്ഥാനപരമായി അവർ കഴിച്ചു വന്ന ശീലങ്ങൾ ഇതുമായിട്ട് വെൽ കണക്റ്റഡ് ആണ്. അവരുടെ ഗട്ടും അവരുടെ ഗട്ട് ഇൻ്റലിജൻസും അതുമായിട്ട് റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ടായിരിക്കണമല്ലോ അവർക്കത് ഇഷ്ടപ്പെടാതെ. അപ്പോൾ ഇന്നത്തെ കുട്ടികളെ ഞാൻ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അച്ഛനൊരു ഹൈഡ്രേറ്റഡ് ഡ്രിങ്ക്, മകനൊരു ഡ്രിങ്ക്, ഇതെല്ലാം വാങ്ങിച്ചു, പാക്കറ്റ് ചിപ്സും ഒക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് ഇമ്പോർട്ടൻസിയും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് പെണ്ണുങ്ങളിലും ആണുങ്ങളിലും ഒരുപാട് ഇമ്പോർട്ടൻസ് വന്നാണ്. ഒരു കുട്ടിയെ കാണാൻ തന്നെ ഇനി ഒരു കാലം വരും, ഒരു പ്രഗ്നന്റ് പെണ്ണിനെ കാണുമ്പോൾ അതിശയത്തിൽ കണ്ടുകൊണ്ടിരിക്കും. ഇന്ന് നമ്മളുടെ മോഡേൺ സയൻസ് പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ ആയുസ് കിട്ടിയില്ലെങ്കിൽ, നമ്മളുടെ മോഡേൺ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ പണ്ട് നമുക്ക് 90 വയസ്സ് 100 വയസ്സ് വരെ ആയുസ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 30-35 അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഫുഡ് സൈക്കിള് അവർ പ്രോപ്പറായിട്ട് ഒരു കൺസൾട്ടൻസി, ഒരു ആയുർവേദവുമായിട്ട് വെച്ചാൽ അവർക്കത് ഒരുപാട് ബെനിഫിറ്റ് ചെയ്യുമോ ഇല്ല? ബെനിഫിറ്റ് ചെയ്യും. ആയുർവേദവുമായിട്ട് വെക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ലൈഫ് സ്റ്റൈലാണെന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ജങ്ക് ഫുഡിനകത്തുനിന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ കട്ട് ഔട്ട് ചെയ്യും. ഇപ്പോൾ പഴയ അമ്മമാരുടെ കാര്യം പറഞ്ഞതിനകത്തും ഇപ്പം നമ്മുടെ പേഴ്സണലി ചെയ്യുന്നത്, ഞാൻ ഒരുപാട് റൈസ് ഐറ്റംസ് കട്ട് ചെയ്യുന്നുണ്ട്. അത് ഡയബറ്റിക്കിലേക്ക് പോകുന്നൊരു, അല്ലെങ്കിൽ കാർബ് വളരെ കൂടുതലായിട്ട് നിൽക്കുന്ന ആഹാരങ്ങൾ. അപ്പം ഇപ്പോഴത്തെ കുട്ടികൾക്ക് കാർബ് എന്ന് പറയുന്നതിനേക്കാട്ടിലും കുറച്ചുകൂടി ഇഷ്ടവും പ്രോട്ടീനൊക്കെ തന്നെയാണ്. ഈ ചിക്കനും ഒക്കെ തന്നെ ആഹാരങ്ങൾ കഴിക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒട്ടുമേ എക്സസൈസസ് ഇല്ല, ഒന്നും അവർക്ക് ആക്ടിവിറ്റീസ് ഇല്ല. ഒന്നില്ലെങ്കിൽ ഇതൊരു വൈറ്റ് കോളർ ജോബ്, ഒരു ഫ്രണ്ടിൽ ഒരു സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് തന്നെ ഇപ്പോൾ വന്നല്ലോ, വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നവരാണ്. ഫിസിക്കലി ഇവരാരും വലുതായിട്ട് എക്സേർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ആയുർവേദവുമായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ആയുർവേദം അങ്ങനെയല്ല, കുറേ കൂടെ ലൈഫ് സ്റ്റൈൽ മാനേജ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതും ബെനിഫിറ്റ് ചെയ്യും ഡെഫിനറ്റ്ലി. അത് ആയുർവേദത്തിൻ്റെ ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഡോക്ടറുടെ എക്സ്പീരിയൻസിൽ ഒരു പേഷ്യൻറ്റിൻ്റെ സ്റ്റോറി പറയാമോ? ഡോക്ടറെ കണക്ട് ചെയ്ത് ടച്ച് ചെയ്തിട്ടുള്ള കുട്ടികളുണ്ട്. കുട്ടികളെ പറയാം. വളരെ എനിക്ക് ഞാൻ തുടങ്ങിയ കാലത്ത് ഒരു കുട്ടിക്ക് മൈഗ്രെയിനാണ്. അപ്പോൾ മൈഗ്രെയിൻ ആണെന്ന് ഡയഗ്നോസ് ചെയ്തത് പിന്നീടാണ്. അവർ പറയുന്നത് ബ്രെയിൻ ട്യൂമറാണ്, പക്ഷേ എന്താ പറയുക, തലവേദന കാരണം, 10th അത് പഠിക്കുന്നത്, തലവേദന കാരണം നിൽക്കാൻ പറ്റണില്ല, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ആ സ്കൂളിലെ HM ആണ് എന്നെ കണക്ട് ചെയ്യണത്. പുള്ളിക്കാരി എന്നോട് പറഞ്ഞു ഇങ്ങനൊരു വിഷയമുണ്ട്, ഒന്ന് നോക്കാമോ? ഞാൻ പറഞ്ഞു എല്ലാ റിസൾട്ടുകളും ഒക്കെ എടുത്തു അവർ. ഇനി അവർ RCCയിൽ പോകാൻ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഞാനൊന്ന് നോക്കട്ടെ, എനിക്കറിയില്ല, ഞാൻ ശ്രമിച്ചു നോക്കാം. പക്ഷേ കുറച്ചധികം ഡിസ്കഷൻസിനും ഒക്കെ അതിനൊക്കെ ശേഷം ഞാനിത് ഡയഗ്നോസ് ചെയ്തു. ഇറ്റ്സ് മൈഗ്രെയിൻ, നത്തിങ് മച്ച്. ഈ കുട്ടി ട്വിന്നാണ്. അപ്പോൾ ഈ ട്വിൻ കൂടെ ഉള്ളത് പെൺകുട്ടിയാണ്, ഇതൊരു ആൺകുട്ടിയാണ്. അപ്പോൾ അത് ഇതിനേക്കാളും പഠിക്കുന്നുമുണ്ട്. അപ്പോൾ പഠിത്തത്തിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയ ഈഗോ അവിടെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ആൻഡ് ഐ സ്റ്റാർട്ടഡ് അത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇവരുടെ സ്കൂളിൽ നിന്നുള്ളൊരു സപ്പോർട്ടൊക്കെ ഉണ്ട്, ലൈക്ക് പേയ്മെൻറ്റ്സ് ഒക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റണം, അതിൻ്റെ ബെസ്റ്റ് ചെയ്തു തരാം. ഫൈനലി ഹി റിക്കവേർഡ്. അതെനിക്ക് ഭയങ്കര ഒരു ടച്ചിങ് ആയിരുന്നു. പിന്നീട് ആ സ്കൂളിൽ നിന്നുമൊക്കെ ആണെങ്കിലും എന്നെ പല ടീച്ചേഴ്സും വിളിക്കുന്നു, സ്കൂളിലേക്ക് ഞാനൊന്ന് പോയിട്ടുണ്ട്. അതെനിക്ക് എൻ്റെ കരിയറിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്നാണ്. ഇതിനെ കണക്ട് ചെയ്ത് പിന്നെ എനിക്ക് അടുത്തൊരു പേഷ്യൻ്റ് വരുന്നുണ്ട്, ശ്വാസം മുട്ടലാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് കാര്യം കുറച്ചൊന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, എൻ്റെ ലങ് കപ്പാസിറ്റി വളരെ കുറവാണ്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്ത 2-3 എക്സസൈസുകളും ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എക്സസൈസുകൾ പിന്നെ മെഡിസിൻസ്, ഇതൊക്കെ കൊണ്ട് അവനും ബെറ്ററായി. അത് രണ്ടും എൻ്റെ ഒരു ഭയങ്കര എന്താ പറയുക, ഒരു ബ്രേക്ക് ഈവൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. 2 കുട്ടികൾ. നമ്മൾ തന്നെ ആയുർവേദത്തിന് ഒരുപാട് പ്രണയിച്ചു പോകുന്നു. അതെ അതെ അതെ. അപ്പോൾ ഞാൻ ഇതിന് പല സജഷൻസും എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ സാറിനെ തന്നെ വിളിച്ചു ചോദിക്കാറുണ്ട്, ഇത് ചെയ്യട്ടെ. അപ്പോൾ സാർ എൻ്റെ അടുത്ത് വളരെ ധൈര്യമായിട്ട് എടുക്കൂ എന്നാണ് പറയാറ്. ആദ്യമൊക്കെ ഈ ശ്വാസം മുട്ടലെന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ കാണുമ്പോൾ എൻ്റെ അമ്മേ ഇതെന്താണെന്നൊരു ധാരണയൊക്കെ ഉണ്ടാവില്ലേ. വളരെ ബുദ്ധിമുട്ടിയിട്ട്, പക്ഷെ അത് ഭയങ്കര നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ടറി ഒരു മൊമെൻ്റാണ്. മനസ്സിലായി. ഡോക്ടർ, ഈ സോറിയാസിസ് ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ഇഷ്യൂ ആണ്. അതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് തന്നെയാണ് അല്ലേ? പലരും വിചാരിക്കുന്ന അതിന് മരുന്നില്ല, ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല. പക്ഷെ ഒരു പരിധി വരെയും എൻ്റെ മാമൻ്റെ ഞാൻ കേട്ടിട്ടുള്ളത്, ഒരു പരിധി വരെയും ബ്രെയിനിനെ അതായത് നമ്മുടെ തോട്ട് പ്രോസസ്സിനെ, നമ്മുടെ ടെൻഷനെയൊക്കെ കൂൾ ഡൗൺ ചെയ്തിട്ട് നമ്മൾ പ്രോപ്പർ ഒരു ഡയറ്റ് നോക്കിയാൽ തന്നെ ഇത് മൊത്തം റിവേഴ്സ് ചെയ്ത് പ്രോപ്പറാക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എൻ്റെ മാമൻ അതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റും കൂടാണ്. ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഈ സോറിയാസിസ് സഫർ ചെയ്യുന്ന പേഷ്യൻസിന് എന്താണ് പറഞ്ഞു കൊടുക്കുക? സോറിയാസിസിൻ്റെത് സാറ് പറഞ്ഞ പോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസാണത്. പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡയറ്റ് വേണം. എനിക്കൊരു ഇന്ത്യൻ അംബാസിഡർ ഉണ്ടായിരുന്നു പേഷ്യൻ്റായിട്ട്. സോറിയാസിസ് ആണ് അദ്ദേഹത്തിൻ്റെ, അത് പേര് പറഞ്ഞാൽ ശരിയല്ല, അദ്ദേഹത്തിൻ്റെ പ്രശ്നം സോറിയാസിസ് ആയിരുന്നു. നമ്മൾ ഇതുപോലെ തന്നെ ഒരു പെർഫെക്റ്റ് ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റിലൂടെയാണ് അത്. പിന്നെ അഡ്മിഷൻ തന്നെ നമ്മൾ പറഞ്ഞ് ഇവരെ പുറത്ത് വിട്ടാൽ ഇവരെന്താ കഴിക്കാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ പെർമിസസിൽ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണങ്ങളും ഒക്കെ ആയിട്ട് അദ്ദേഹം വളരെ ബാലൻസ്ഡ് ആയിട്ടാണ് പോയത്. ഈ പറഞ്ഞ പോലെ ബ്രെയിനിനും മനസ്സിനും ഒക്കെ ഒരു കൂളിംഗ് പവർ ഉണ്ടാവണം. അത് നമ്മുടെ ശരീരം ഹീറ്റ് ചെയ്യല്ലേ, നമ്മുടെ ഡൈജസ്റ്റീവ് പവറും അന്നേരം കൂടുകയാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ ഒന്ന് ബാലൻസ് ചെയ്താൽ തന്നെ പകുതി പ്രശ്നങ്ങൾ കഴിഞ്ഞു. പിന്നെ നന്നായിട്ട് ഡീടോക്സ് ചെയ്യണം, വയറിളക്കണം. സ്നേഹപാനം പോലെയുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഒരു നെയ്യ് നമ്മൾ സേവിപ്പിക്കുകയാണ്, അത് ഒരു 5-6 ദിവസം, അതൊരു പെർഫെക്റ്റ് ഡീടോക്സ് ആണ്. പറയുമ്പോൾ വിചാരിക്കും കാര്യം നിസ്സാരാണെന്ന്, പക്ഷെ അതിലേക്ക് അങ്ങോട്ട് കടന്നു കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവും. ഒരു സർജറി ഒക്കെ എനിക്ക് തോന്നുന്നു കുറെ കൂടെ ഈസിയാണ്. ഇത് അങ്ങനെയല്ലല്ലോ. ആകെ മൊത്തം നമ്മുടെ സിസ്റ്റത്തിനെ മൊത്തം നമ്മളൊന്ന് ഇളക്കി മറിച്ച്
പിന്നീടാണ് നമ്മൾ ഇതിനെ ഡീടോക്സ് ചെയ്ത് ഇതിനെല്ലാം തിരിച്ചു പിടിക്കുന്ന തിരിച്ച് ഒന്നില്ലെങ്കിൽ ശോധനയായിട്ട് വയറ്റിൽ നിന്ന് പോകുന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വമിപ്പിക്കും, വമനം ഛർദ്ദിപ്പിക്കുകയാണ്. ഇത് കംപ്ലീറ്റ്ലി ഒരു ഡീടോക്സ് ആണ്. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ മേളിലോട്ടുള്ള ഇപ്പം കവചമായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആ വമനവും, ബാക്കി താഴോട്ടുള്ള പ്രോസസ്സിനാണെങ്കിൽ വിരേചനവും എന്നാണ് പറയുക. ഒരു പ്യോർ ഡീടോക്സ്. നമ്മുടെ നാട്ടുകാർക്ക് ഇതിൻ്റെ വില എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് കുറേ കൂടെ സജസ്റ്റ് ചെയ്യുന്നത് പുറത്തുള്ളവരാണ്. അവർക്ക് ഇത് ഇടയ്ക്ക് വന്നൊന്ന് ഡീടോക്സ് ചെയ്യുമ്പോൾ അവർക്കറിയാം, അവരെല്ലാം പഠിച്ചിട്ട് വരുന്നവരാ. നമ്മളടുത്ത് ഡൗട്ട്സ് ചോദിക്കുമ്പം ഇത് എന്താ പറയുക, നമ്മളൊന്ന് കൃത്യമായിട്ട് പഠിച്ച് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ദേ നോ ദ തിങ്സ് ബെറ്റർ ദാൻ അസ്. അതെ, മാത്രമല്ല അവരിപ്പം US-ലും ജർമ്മനിയിലും ഒക്കെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, UK നല്ല സുഹൃത്തുക്കൾ. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും നമ്മളെ വീക്ഷിക്കുന്നതും നമ്മുടെ സംസ്കാരത്തിനെ മനസ്സിലാക്കുന്നതും അവർ പുറത്തു പോയി നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴാണ്. അപ്പോൾ പലരും എന്നെ വിളിച്ചിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, കാരണം ഈ പ്രത്യേകിച്ചും ഇപ്പോൾ ഏറ്റവും കൂടുതൽ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന സെർവിക്കൽ ഇഷ്യൂസാണ്. സെർവിക്കൽ ഇഷ്യൂസും പിന്നെ L4ഉം L5ഉം ഇതും ബോഡിയുടെ അസിഡിറ്റി കൂടിയത് കൊണ്ട് ഉണ്ടാവാനുള്ള ചാൻസസ് ആണോ ഡോക്ടർ? കാരണം ബോഡിയുടെ അസിഡിറ്റി, ഫുഡ് അസിഡിറ്റി, കാരണം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ആൽക്കലൈനും സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ അസിഡിക് ഫുഡും കഴിക്കണമെന്നുള്ളതാണ് ജനറലി നമ്മൾ പഠിച്ചിട്ടുള്ളത്. ജനറലി ഞാൻ പറയുന്നത് സാംസ്കാരികമായിട്ടുള്ളൊരു കാര്യം. പക്ഷേ ഇന്ന് രാത്രിയിലാണെങ്കിലും തൈര് വരുത്തിന് പണ്ട് അതിനു വേണ്ടി പറഞ്ഞിട്ടുണ്ട് 6 മണിക്ക് ശേഷം തൈര് കടം കൊടുക്കരുതെന്ന് പോലും, ദോഷം വരുമെന്ന് അല്ലേ? ഇതിനെ ഡോക്ടർ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? അതും ഈ പറഞ്ഞ പോലെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ പൂർവികർ നമുക്ക് എഴുതി തന്നിരിക്കുന്നതാണ്. നമ്മൾ അതിനെ സൗകര്യപൂർവ്വം മറന്നു കളയുന്നതാണ്. അത് കറക്റ്റാണ് പറയുന്നത്. സന്ധ്യയ്ക്ക് ശേഷം നമ്മൾ കഴിക്കരുതെന്നാണ് പറയുക. പണ്ട് വാര്യർ സാറ് പറയാറുണ്ട്, ഐ ഗോട്ട് വെരി ഫ്യൂ ചാൻസസ് സാറിനെ ഒന്ന് കാണാനും ഒക്കെ. സാറ് പറയാറുണ്ട്, എന്താണ്, പക്ഷികളെ പോലെ ആയിരിക്കണം എന്ന്. പക്ഷികൾ കൂട്ടിൽ പോയി ആ കൂട്ടിൽ കയറുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരൊന്നും കഴിക്കുന്നില്ല. ദേ ആർ ഇൻ ടു ദെയർ സ്ലീപ്പിംഗ് മോഡ്, ദേ ഡോണ്ട് വാണ്ട് ടു ഹാവ് എനിത്തിങ്. അതുപോലെ ആയിരിക്കണം ഒരു മനുഷ്യൻ എന്നാണ് പറയുക. നമ്മളും അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതും അങ്ങനെയാണ്. ഒരു 6:30-7 മണിയാകുമ്പോൾ ഡിന്നർ കഴിഞ്ഞിരിക്കണം. പക്ഷെ ചിലർക്കത് നടക്കില്ല. അപ്പോൾ ചിലർ വീട്ടിൽ വന്നിട്ട് 8 മണി 9 മണി പിന്നെ കഴിക്കണത് ഈ പറഞ്ഞ പോലെ അസിഡിക്കും കൂടെയാണ്. അസിഡിക് ഫുഡാണ്. കാരണം ആൽക്കലൈൻ ഫുഡ് പിന്നെയും കഴിക്കാം, ഗ്ലാസ് പാല് കുടിക്കാം, ഫ്രൂട്ട്സ് കഴിക്കാം. ഫ്രൂട്ട്സിനകത്ത് തന്നെ അസിഡിക് ഫ്രൂട്ട്സ് ഒഴിവാക്കണം. ആൽക്കലൈൻ ഫുഡ്, ഒരു ബനാന കഴിക്കാം, വേണമെങ്കിൽ ഒരു പിടി നട്ട്സ് കഴിച്ചിട്ട് ഒരു പാല് കുടിച്ചിട്ട് കിടന്നുറങ്ങാം, അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഈ അസിഡിറ്റി ഉള്ള ഫുഡുകൾ, ഈ രാത്രി പോയിരുന്ന അൽഫാം, ഷവായി, ഷവർമ, ഇതെല്ലാം പോയിരുന്ന് കഴിക്കുക. പിന്നെ മന്തി, ഇതിനൊന്നും ഇതെല്ലാം കഴിക്കാൻ പറ്റിയൊരു ഘട്ടാണോ മലയാളി സ്വന്തമായിട്ട് കൊണ്ട് നടക്കുന്നത്? ഇല്ല, അങ്ങനെയല്ല. അതിലേക്ക് നമ്മൾ എത്തുന്നുണ്ട് എന്നാണ് അതിനൊരു ഫാക്റ്റ്. അതാണ് മലയാളി ഇപ്പോൾ എല്ലാം എനിക്ക് തോന്നുന്നു ഷവായി ഷവർമയൊക്കെ അറബ്സിനെക്കാട്ടിലും കൂടുതൽ നമ്മുടെ നാട്ടിലാണ് ഇപ്പോൾ ഉള്ളത്, അല്ലേ? അറബ്സിലൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് അറബി നാട്ടിലെ ഷവായി ഷവർമയായിട്ട് ഇവിടുത്തെ കമ്പയർ ചെയ്യാനും പറ്റില്ല. റിയലി ഡിഫറെന്റ്. അത് അവിടെ ജെനുവിൻ പ്രോഡക്ട്സ് ആണ്. ഇതൊക്കെ കഴിച്ച് പലർക്കും ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ പത്രവാർത്ത കണ്ട്, സ്ഥിരമായി അൽഫാം കഴിച്ചിട്ട് ക്യാൻസർ വന്നൊരു വ്യക്തിത്വം, ഒരു സീരിയൽ ആർട്ടിസ്റ്റാണ് നമ്മൾ. പുള്ളി എല്ലാ ദിവസവും ഡയറ്റ് എന്നും പറഞ്ഞ് പോയി രാത്രി തിന്നുകൊണ്ടിരുന്നത് അൽഫാമായിരുന്നു. അങ്ങനെ പുള്ളിക്ക് ക്യാൻസർ അടിച്ച് പുള്ളി അത് സ്റ്റോപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പം ഈ ഈറ്റിംഗ് ഹാബിറ്റ്സ് എത്രത്തോളം പെർട്ടിക്കുലറാണ് ഇന്നത്തെ ജനറേഷൻ നോക്കേണ്ടത്? നമ്പർ 1, ഇന്ന് കുട്ടികൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ, ഞാനിപ്പം മാതാപിതാക്കളെ പറയൂ, കാരണം മാതാപിതാക്കളാണ് ആ ക്രൈം ചെയ്യുന്നത്, അല്ലേ? മാതാപിതാക്കൾ കുട്ടികൾക്ക് സ്നേഹത്തിന്റെ പുറത്ത് വാങ്ങിച്ചു കൊടുക്കുന്ന മധുരം, ഈ മധുരം എന്ന് പറയുന്നത് ബ്രെയിനിനെ എന്തുമാത്രം ഡാമേജ് ചെയ്യും. ഞാൻ പറയുന്നത് പ്രീമിയം ഹോട്ട് ചോക്ലേറ്റിനെ പറ്റിയോ അല്ല, ബെൽജിയം ചോക്ലേറ്റ്സിനെ പറ്റിയൊന്നുമല്ല. നമ്മളെ നാട്ടിൽ ഈ മധുരം എന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികൾ വലിച്ചു വാരി കഴിക്കുമ്പോൾ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എന്തൊക്കെ പ്രതിസന്ധികളാണ് നേരിടേണ്ടി വരിക? ആൺകുട്ടികൾക്ക് ഒബ്വിയസ്ലി ഇറ്റ്സ് ഓവർ വെയ്റ്റ്, പെൺകുട്ടികൾക്കും ഓവർ വെയ്റ്റ് ആണ്. PCOD, PCOS ഇതെല്ലാം മധുരത്തിൻ്റെ ഒരു ഇൻടേക്കാണ്. ബേസിക്കലി ഇറ്റ്സ് ഓൾ കാർബാണ് അതിനകത്തുള്ള മെയിൻ. ബ്രെയിനിനെയും ഡാമേജ് ചെയ്യും, ഓവറോൾ സിസ്റ്റത്തിനെ ഡാമേജ് ചെയ്യല്ലേ.
മധുരം കഴിക്കുമ്പോഴത്തേനും. പിന്നെ നമ്മുടെ ബ്രെയിനിന് ഒരു ഉറക്കത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കംപ്ലീറ്റ് ന്യൂറോൺസിനുള്ള ഒരു എന്താ പറയുക ഓവറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. മധുരം അങ്ങനെ ഇങ്ങനെയൊന്നും ദഹിക്കില്ല. അതിങ്ങനെ ഓവറായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി കംപ്ലീറ്റ് സിസ്റ്റം ഡൗൺ ആവുകയാണ്. പിന്നെ നാച്ചുറലി നമ്മൾ ഉറക്കത്തിലോട്ട് പോകും. നന്നായിട്ടൊന്ന് പായസം കുടിച്ച് നോക്കിയാൽ മതി എങ്ങനെയാണത് വർക്ക് ചെയ്യാന്നുള്ളത്. സിസ്റ്റം മന്ദത എന്ന് പറയും, പറയാൻ പറ്റില്ല. പിന്നെ അത് എഴുന്നേറ്റ് കഴിഞ്ഞാലും ഇത് ഒരു പവർ നാപ്പ് ഇസ് സംതിങ് ഡിഫറെൻറ്റ്. നന്നായിട്ട് മധുരം കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നതും ഡിഫറെൻ്റ് ആണ്. പവർ നാപ്പ് എടുക്കുന്നവൻ ക്യുക്കായിട്ട് അതിനകത്ത് എഴുന്നേറ്റ് അടുത്തടുത്തടുത്ത കാര്യങ്ങളിലേക്ക് പോവാണ്. ബട്ട് ദെൻ മധുരമൊക്കെ കഴിച്ചിട്ട് നല്ല സുഖമായിട്ട് സുന്ദരമായിട്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വിളിക്കല്ലേന്നേ പറയുള്ളൂ. ബിക്കോസ് കംപ്ലീറ്റ് സിസ്റ്റം ഇങ്ങനെ എന്താ പറയുക, ഒരു തലക്കിട്ടൊരു കൊട്ട് കിട്ടിയ പോലെ ഇരിക്കുകയാണ്. അതന്നെ എൻ്റെ ബ്രെയിനിൻ്റെ പ്രശ്നം. ഇത് റെഗുലറായിട്ട് എടുത്തു തുടങ്ങിയാൽ എന്താ ചെയ്യുക, ലേസി ആവും നമ്മൾ. അപ്പോൾ ഈ ഷുഗർ ഡാമേജ് നമ്മളൊരു കുട്ടികളെ ഡയറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് മക്കളോട് യഥാർത്ഥത്തിൽ നമ്മളെ കുട്ടികളോട് നമുക്ക് യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടെങ്കിൽ അവരുടെ ഡയറ്റ് അല്ലേ ശ്രദ്ധിക്കേണ്ട, ഒരു തന്തയും തള്ളയും. അതല്ലാണ്ട് അവർക്ക് ടോയ്സ് വാങ്ങിച്ചു കൊടുക്കുന്നതിലോ അവർക്ക് ഈ പറയുന്ന സ്വീറ്റ്സ് വാങ്ങിച്ചു കൊടുക്കുന്നതിലോ ജങ്ക് ഫുഡ്. ഇപ്പോൾ എൻ്റെ അടുത്തൊരു റീസെൻ്റ്ലി ഒരു അച്ഛൻ പറഞ്ഞത്, മോള് +2 നല്ല മാർക്ക് വാങ്ങിച്ചു, അതുകൊണ്ട് ബ്രോസ്റ്റഡ് ചിക്കൻ വാങ്ങിച്ചു കൊടുക്കണം. നമ്മളതിലും ഭേദം വിഷം വാങ്ങിച്ചു കൊടുത്താൽ പോലെ. പെർഫെക്റ്റ്, അതെ അല്ലേ? അപ്പോൾ ഒരു ഡോക്ടർ എന്ന രീതിയിൽ ഇന്ന് വരുന്ന തലമുറയെ, അത് ഒരുപാട് പാരന്റിങ്ങിനെ ഡോക്ടർ എങ്ങനെ ഗൈഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു? പാരൻറ്റിങ്ങിനെ ഗൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതെല്ലാം വരും അതിൽ. ഫുഡ് മാത്രമല്ല, ലൈഫ് സ്റ്റൈലും വരും. ലൈഫ് സ്റ്റൈലിൽ എന്തായാലും ഫുഡ് ഒരു പാട്ടാണല്ലോ. ഈ പറഞ്ഞ പോലെ പാരൻറ്റിങ്ങിനകത്ത് എന്തെങ്കിലും നമ്മളൊരു സംഭവം അച്ചീവ് ചെയ്യുന്ന ഉടനെ അവർ പറയുന്ന ഫുഡ് പുറത്തിന് ഇപ്പോൾ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ നമ്മുടെ ഫ്രണ്ടിൽ അവൈലബിൾ ആണ്, അപ്പോഴേ ഓർഡർ ചെയ്യാണ്. അത് പാരൻസിന് ഇപ്പോൾ ഒരു ചോയ്സ് ഇല്ല. ഈ റീസെൻ്റ്ലി ഇപ്പോൾ ഈ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന ഫുഡുകൾക്കൊക്കെ പേരൻസിന് അറിഞ്ഞുകൂടാ പലതും. ഇത് കുട്ടികൾക്കറിയാം. പറയും കുട്ടികളുടെ ചോയ്സിന് അവരങ്ങ് വിട്ടിരിക്കുകയാണ്. ഈ നാവിൽ ഈ ടേസ്റ്റ് ആദ്യം കൊണ്ടെത്തിക്കുന്നത് പാരൻസ് തന്നെയാണ്, അല്ലേ? അതെ. കാരണം നമ്മളെ കുട്ടിക്കാലത്ത് വേണമെങ്കിൽ എടുത്ത് തിന്നിട്ട് പോടാ എന്ന് പറയുന്നത്. ഇതിന് ആയുർവേദം എങ്ങനെയാണ്? കാരണം ഇന്ന് കുട്ടികളുടെ സിലബസുകൾ അല്ലെ, കുട്ടികളുടെ എഡ്യൂക്കേഷണൽ സ്കൂൾസ്, അവരുടെ ഫുഡ് പ്ലാൻ അല്ലെ ഒരു ഫുഡ് കൺസൾട്ടൻസി ആയുർവേദത്തിലേക്ക് കൊണ്ടുവന്നാൽ എന്തുമാത്രം ഒരു ബെനിഫിറ്റ് ചെയ്യും ഡോക്ടർ? എനിക്ക് തോന്നുന്നത് സ്കൂളിങ്സിനെ ഇത് തുടങ്ങണം എന്നാണ്. ആയുർവേദത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവരുടെ ഒരു ഫുഡ് പ്ലാനും അവർക്കത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ചൈൽഡ്ഹുഡിൽ അത് സ്കൂളിങ്സിലൊക്കെ എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്നുള്ളത് ഓഫ് കോഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനകത്ത് കുറേയേറെ എല്ലാത്തിനകത്തും മധുരങ്ങളും അവിടെയും ഉണ്ട്, ജങ്കും ഒക്കെ. മോശമല്ലേ? ഭയങ്കര മോശമാണ്. സിംഗപ്പൂർ, ജപ്പാൻ പോലത്തെ രാജ്യങ്ങൾ ശിക്ഷാർഹമാണ് കുട്ടികളിൽ ഇത് കൊടുത്താൽ, അല്ലെ? അതേപോലെ ഒരു നിയമം. കാരണം വരുന്ന തലമുറകളെ ഒരു ഹെൽത്തി നേഷൻ ആക്കണമെങ്കിൽ, അല്ലേ, എങ്കിൽ മാത്രമേ ഇതൊരു വെൽത്തി നേഷൻ ആവും. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ആയുർവേദത്തിന്റെ ഒരു പ്രസക്തിയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്, ശരിയല്ലേ? ആൻഡ് ഐ എം ടോക്കിംഗ് ടു ഡോക്ടർ Pyari, who is also in today's generation. You are sparring very well. നമ്മൾ വീണ്ടും ആഹാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പൃഥ്വിരാജ് പറഞ്ഞൊരു ഡയലോഗുണ്ട്, അറിയാമോ? നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവരൊക്കെയാണ് എൻ്റെ ഹീറോസ് എന്ന്. തേങ്ങാപ്പാല്, വെളിച്ചെണ്ണ, കാന്താരി, ഇവരാണ് എൻ്റെ ഹീറോസ്. ഒരു ചായ കുടിച്ചതിന് ശേഷം ഷൈൻ വിത്ത് നളനിലേക്ക് തിരിച്ചു വരാം. Welcome back to Shine with Nalan. You are listening to Dr. Pyari. She's an Ayurvedic doctor. I call her a healer actually. And Dr. Blue Team Chakka Laddu. ചക്ക ലഡു കഴിച്ചിട്ടുണ്ടോ? ചക്ക ലഡു കഴിച്ചില്ലല്ലോ. ഡോക്ടറെ ഞെട്ടിച്ചുകൊണ്ട് ലോക പ്രശസ്തമായ ഫ്ലോയിഡ് എഴുതിയ 5 ഗ്രന്ഥങ്ങളിൽ ഷെഫ് നളന്റെ ലഡുകൾ വളരെ പ്രസക്തി നേടിയതാണ്. അപ്പോൾ നമുക്കിതാ ഡോക്ടറിന് എൻ്റെ ഒരു ടീ. ഇത് ആംബ്രോസിയ എന്ന് പറയും. ബ്ലൂ പീ ഫ്ലവറിൽ ചെയ്തിരിക്കുന്ന ശംഖുപുഷ്പം. ശംഖുപുഷ്പത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? ആന്റി ഓക്സിഡന്റ് ആണ്. പറയുന്നത് 36 ഔഷധ ഗുണം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. 36 ഔഷധ ഗുണങ്ങൾ ഒത്തിരി ഉണ്ട്. എനിക്ക് അവിടെ ഉണ്ട്. നമ്മളൊരു ആഫ്റ്റർ ഡ്രിങ്ക് കൊടുക്കുന്നുണ്ട് ട്രീറ്റ്മെന്റിന് ശേഷം. അത് ശംഖുപുഷ്പം ടീ ആണ്. പക്ഷെ ഇവിടുത്തെ മലയാളികളെല്ലാം വെട്ടി പിരുത്ത് കളയാണല്ലേ? അത് അറിഞ്ഞിട്ടാത്തോണ്ടാണ്.
ഇത് കയ്യിൽ വെച്ചു, ചുമ്മാ ചവച്ച് വെച്ചിരിക്കുക. ഇത് ചക്ക ലഡു. ഇതിൻ്റെ റെസിപ്പി ഇപ്പോൾ ആൾക്കാർ ചോദിക്കും. ഇതിനകത്ത് പല സാധനങ്ങളുണ്ട്. ചക്കയുടെ മണമുണ്ട്. വിശന്നിരിക്കുമ്പോൾ കൊള്ളാം. അപ്പോൾ നീ വെള്ളം ഇറക്കുന്ന ശബ്ദം ഇവിടെ കേൾക്കുന്നുണ്ട്. പോലെയല്ലേ? ഒരു മീലായി. ചക്കയുണ്ട്, ഈത്തപ്പഴമുണ്ട്, സൺഫ്ലവർ സീഡുണ്ട്, കാഷ്യൂനട്ടുണ്ട്, റവയിലാണ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ കേരളത്തിൽ എന്തൊക്കെ സ്വന്തമായിട്ടുണ്ട്. ഞാൻ പലയിടത്തും പറയുമ്പം ഈ ശംഖുപുഷ്പം വെട്ടിപ്പിരുത്ത് കളഞ്ഞെന്നാ പറഞ്ഞു. ബ്ലൂ ടീ വേൾഡിലെ ഫേമസ് ടീ ആണ് ശംഖുപുഷ്പം. പക്ഷെ ജനങ്ങൾ കേൾക്കുന്ന മൊത്തം തേങ്ങാപ്പാലിൻ്റെയും വെളിച്ചെണ്ണയുടെയും കഥ മാത്രമാണ്. വർഷങ്ങൾ കൊണ്ട് ഞാൻ ബ്ലൂ ടീയുടെ കഥയും പറയുന്നുണ്ട്. ഷെഫിന്റെ ബ്ലൂ ടീ എനിക്കറിയാം. അറിയാം, പണ്ടുതൊട്ടേ അറിയാം. നല്ല കാര്യം. ഡോക്ടർ പറഞ്ഞാൽ ഞാൻ സന്തോഷപ്പെടും. ഡോക്ടറെ, നമ്മളെ തേങ്ങാപ്പാൽ കൊണ്ട് തല കഴുകുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായമാണ് അല്ലേ? ഫിലിപ്പീനോസിന്റെ അടുത്ത് കിട്ടിയ റെസിപ്പിയാണ്. കാരണം അവരുടെ ഹെയർ എന്താണ് ഇത്രയും ബ്യൂട്ടിഫുൾ എന്ന് ചോദിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞത് കോക്കനട്ട് മിൽക്ക് ഉപയോഗിച്ച് അവർ ഹെയർ വാഷ് ചെയ്യുന്നു. ഭയങ്കര ഷൈനിങ് ആവും. നമ്മൾ ഉള്ളതിനെ കുറച്ച് ഇപ്പം ഈ കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ഉണ്ടല്ലോ, എന്താ പറയുക, കെരാറ്റിൻ ആൻഡ് തിക്കനിങ്, പിന്നെന്താണ് ഈ വോളിയമൈസിങ് ഒന്നും ചെയ്യണ്ട. തേങ്ങാപ്പാൽ വെച്ച് തല കഴിക്കാൻ പലവന്മാരും എൻ്റെ അടുത്ത് റെസിപ്പി ചോദിച്ചു, തേങ്ങാപ്പാൽ കൊണ്ട് നീ കോഫി ചായ ഇടും, തേങ്ങാപ്പാൽ കൊണ്ട് തല കഴുകണം, മുടി അടിപൊളിയാവും. കറക്റ്റാണ്. അതെ, വെളിച്ചെണ്ണ, തേങ്ങാപ്പാൽ, ഇതെല്ലാം കേരളത്തിൻ്റെ ഒരു അസറ്റാണ്. കാരണം കേരളത്തിൽ തന്നെ തേങ്ങയെ മാത്രമാണ് ശ്രീ ചേർത്ത് പറയുന്നത്. ഇപ്പം ശ്രീ പ്യാരി, ശ്രീ വിജയൻ എന്ന് പറയുന്ന പോലെ ശ്രീ ഫൽ എന്നാണ് തേങ്ങയെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ ആയുർവേദത്തിൽ തേങ്ങയുടെ ഉപയോഗം വളരെ കൂടുതലുമാണ്, അല്ലേ? നമ്മളുടെ കേരളത്തിൽ ഇന്ന് മണ്ടയടച്ച തെങ്ങുകളല്ലാണ്ട് വലിയൊരു തെങ്ങും കൃഷിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ സന്തോഷം, പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം കേരളം എന്തുമാത്രം തെങ്ങിനെയും തേങ്ങയും ആയുർവേദത്തിനെയും പ്രണയിക്കുന്നുണ്ട്. താങ്കളെ പോലത്തെ ഡോക്ടേഴ്സ് ഇതിനു വേണ്ടി മൂവ്മെന്റ് ചെയ്യുന്നുണ്ടോ, ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയൊക്കെ ആയിരിക്കും? തീർച്ചയായിട്ടും താല്പര്യപ്പെടുന്നുണ്ട്. ഞാൻ എൻ്റെ മൂവ്മെന്റ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ തലയിൽ തേക്കുന്ന പല എണ്ണകളിലും തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒരു കണ്ടന്റാണ്, ഹെയർ ഗ്രോത്തിനുള്ളതും മുടി കൊഴിച്ചിലിനെക്കാട്ടിലും മുടി ഗ്രോത്തിനും മുടിയുടെ ഷൈനിങ്ങിനുമാണ് തേങ്ങാപ്പാലുകൾ ചേർക്കുന്നത്. പല എണ്ണകളിലും പല കേരങ്ങളിലും അതുണ്ട്. അതിന് ഞാൻ ഓൾറെഡി ഇൻ ടു ദ ട്രാക്ക്, ഐ ബിലീവ്. ഞാനൊരു റെസിപ്പി പറയാം ഡോക്ടർ. നല്ല എള്ള് കഴുകി ഉണക്കി പൊടിച്ച് കരിവേപ്പിലയും വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത് നല്ല നാടൻ കരിവേപ്പില, എള്ളും നല്ല തേങ്ങയും കൂടെ അരച്ച്, വേണമെന്നുണ്ടെങ്കിൽ ബദാം യൂസ് ചെയ്യാം വേണമെങ്കിൽ, എള്ളുണ്ടയാക്കി എടുത്താൽ അത് ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്ഫുൾ ആവും എന്ന് ഞാൻ പറഞ്ഞാൽ ഡോക്ടർ എന്ത് പറയും? തള്ളിക്കളയൂല. ഇതെല്ലാം കൂളിംഗ് എഫക്ട് തരുന്ന സാധനങ്ങളാണ്. ഞാൻ 49ാമത്തെ വയസ്സിലും ഈ മുടിയായിട്ടിരിക്കുന്ന ഞാൻ ഈ സാധനമാണ് കഴിക്കുന്നത്. ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എള്ളും കരിവേപ്പിലയും, നാടൻ കരിവേപ്പിലയും. ഞാൻ പിന്നെ അതിനകത്ത് കുറച്ച് ബദാമും കുറച്ച് തേങ്ങാപ്പീരയും കൂടെ ആഡ് ചെയ്ത് എള്ളുണ്ടയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഡെയിലി ഒരെണ്ണം കഴിക്കും വിത്ത് ബ്ലാക്ക് കോഫി വിത്ത് ഡ്രോപ്പ് ഓഫ് ഗീ. ഇതൊരു റെസിപ്പിയാണ് എൻ്റെ. ഞാനിത് ഇപ്പോഴാണ് ഇത് അനൗൺസ് ചെയ്തത്. കാരണം പലർക്കും ഹെയർ ഫോൾ ഉണ്ട്, പലർക്കും ഹെയർ സസ്റ്റൈനബിൾ ആവാറില്ല. നമ്മളൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്നത്. ഞാൻ 30 വർഷത്തോളം ഗൾഫിൽ തന്നെ ഉണ്ട്. അപ്പം ഡോക്ടറുടെ ഹെയറും വളരെ ഭംഗിയുണ്ട് കാണാൻ, എടുത്തു പറയേണ്ട കാര്യം. അപ്പം ഡോക്ടർ ഈ മൂവ്മെൻറ്റിന് വേണ്ടി കേരളത്തിലിപ്പം തണലോരം എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്തു. ഈ പറയുന്ന തണലോരം ഒരു ഹീലിംഗ് സ്പേസ് ആണ്. അതെ, തണലോരം എന്ന് പറഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റ് ഈ തണലാണ്. എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ കംപ്ലീറ്റ്ലി എത്തിയിട്ടില്ല. ഒരു 40% ഓഫ് തണലോരമായി. ഇനി അതൊരു എന്താ പറയുക, നമ്മുടെ പുറത്തുനിന്ന് വരുമ്പോൾ അകത്തേക്ക് കയറുമ്പോൾ ഒരു അറ്റ്മോസ്ഫിയറിക് ചേഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ആ ഒരു ഫീൽ ഉണ്ടാവണം. ഡിഗ്രി ചേഞ്ചസ് ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ഇറ്റ് ഈസ് 28, 29 അല്ലെങ്കിൽ 30 above ഒക്കെ ആണെങ്കിലും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുമ്പോൾ അത് ഒന്ന് മാറി ആ ഡിഗ്രി ലെവലൊക്കെ ഒന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ് ഒരു പ്ലാൻ. അതിൽ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് തെങ്ങ് മുതൽ കവുങ്ങ് മുതൽ
എല്ലാമായിട്ടുള്ള ഒന്നും ബഡ് ഞാൻ വെച്ചിട്ടില്ല. എവറിഥിങ് ഈസ് ഇത് അതിൻ്റെ ഒറിജിനൽ രൂപത്തിലാണ്. ഇത് എവിടെയായിട്ടാണ് ഡോക്ടർ? ഇത് കൊട്ടാരക്കരയിലാണ്. ഒന്നിനെയും ഞാൻ ബഡിനെ ഒന്നും എനിക്ക് അത്ര പ്രൊമോട്ട് ചെയ്യാൻ വലിയ താല്പര്യമില്ലാത്ത ആളാണ്. എല്ലാം ഒറിജിനൽ നാടനായിരിക്കണം. ഇപ്പോൾ അതിനകത്ത് എനിക്കൊന്നൊരു ആപ്പിൾ ചാമ്പ ഞാനിപ്പോൾ വെച്ചു ബഡ്, അത് മാത്രമേ അതിനകത്തൊരു ബഡ് ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം എന്നോട് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ഈൽഡ് എന്ന് കിട്ടാനാണ്. ഞാൻ പറഞ്ഞു എന്നോ കിട്ടട്ടെ, മെല്ലെ കയറി വന്നാൽ മതി. ഇത് എടുപിടിയെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈൽഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. മണ്ണി പിടിച്ചാൽ അതെ അതെ. കുമിഴ് പോലത്തെ സാധനങ്ങളൊക്കെ എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഇപ്പം ഞാൻ മണ്ണുത്തി പോയിട്ട് വളരെ നാച്ചുറൽ ആയിട്ടുള്ള, ഞാൻ പറഞ്ഞു എനിക്ക് ബഡല്ല വേണ്ട, ഒറിജിനൽ, അതിലേക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഡോക്ടർ തണലൂരത്തിൽ നമ്മളെ നഷ്ടപ്പെട്ടു പോകുന്ന പനിക്കൂർക്ക, അതേപോലെ നമ്മളെ കമ്മ്യൂണിസ്റ്റ് പച്ച, അതൊന്നും കാണാനില്ല അല്ലേ? അതൊക്കെ ഡോക്ടർ തിരിച്ചു. കാരണം ഞാൻ ഈ വഴിയിലൊക്കെ കാണുമ്പം ജസ്റ്റ് വെറുതെ ആണെങ്കിൽ ആ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ മണം അല്ലേ, നമ്മളെ കുട്ടിക്കാലത്ത് നമ്മളെ കൂടെ നിന്ന് നമ്മളെ മുറിവുണക്കാൻ അല്ലേ, ഇതെല്ലാം ഈ നൊസ്റ്റാൾജിയ. കാരണം എല്ലാവരും മോഡേണിലേക്ക് ഓടുകയാണ്. പക്ഷെ ദ ട്രഷർ ഇസ് ഓൾവേസ് ദി നൊസ്റ്റാൾജിയ, ദ വിൻറ്റേജ് എന്നാണ് അല്ലേ, ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം പനിക്കൂർക്ക ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക അല്ലേ, പേരയുടെ ഇല ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക, ചിരട്ട, ഇപ്പം നമ്മൾ തേങ്ങയിൽ തന്നെ വരാം, ചിരട്ട കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഗുണങ്ങളെന്ന് പറയുമ്പോൾ അതിനും ഒരു നമ്പർ ഓഫ് ഗുണങ്ങളുണ്ട് ചിരട്ടയ്ക്ക്. അതിനകത്തുള്ള കൊളസ്ട്രോളിൻ്റെത് മുതൽ നമ്മുടെ ഡയബറ്റിക് ബാലൻസ് ചെയ്യുന്നതിനകത്ത് വരെ ചിരട്ടയ്ക്ക് ഒരു വലിയ ചിരട്ട വെന്ത വെള്ളം. ഇപ്പോൾ ചിരട്ട വെന്ത വെള്ളം കുടിക്കുന്നത് തന്നെ അതിന് കംപ്ലീറ്റ് പ്യൂരിറ്റിയാണ്. ഇറ്റ്സ് എ കംപ്ലീറ്റ് പ്യൂരിഫിക്കേഷൻ തിങ് പോലെയാണ് വരുന്നത്. ചിരട്ട ഇപ്പം നമുക്ക് ചിരട്ടയും നാട്ടിൽ കിട്ടാനില്ല. ഇപ്പം തേങ്ങ ഉടച്ചു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ അടി കൂടിയിരുന്ന തേങ്ങയുടെ വെള്ളം കുടിക്കാനായിട്ട് ഇന്നത് പൊട്ടിച്ചങ്ങ് കളയുക. ഒരു ആയുർവേദ ഡോക്ടർ എന്ന രീതിയിൽ ആ തേങ്ങാ വെള്ളം കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഏറ്റവും ബെസ്റ്റാണ് ശരീരത്തിന്. ഇറ്റ്സ് അഗെയിൻ എ കൂളിംഗ് തിങ്. ആൽക്കഹോളിക് ആയിട്ടിരിക്കുന്നവർക്ക് പിറ്റേ ദിവസം ഒരു തേങ്ങാ വെള്ളം കൊടുക്കാനാണ് ഞാൻ പറയാറുള്ളത്. അവിടെ ആൽക്കഹോളിക് ആൾക്കാരുണ്ടെങ്കിൽ അവർ ഞാനിങ്ങനെ പറയാറുണ്ട്, അത് വയറിൻ്റെ pH-നെ നന്നായിട്ട് ബാലൻസ് ചെയ്യുന്ന, ബോഡിയുടെ pH-നെ നന്നായിട്ട് ബാലൻസ് ചെയ്യും തേങ്ങാ വെള്ളം. അതെ അല്ലേ, ആ തേങ്ങാ വെള്ളം ഉടച്ച് ഒരു നുള്ളു ഉപ്പിട്ടാൽ അതിൽ ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടാവും അല്ലേ, ഒരു അര നാരങ്ങയും പിഴിഞ്ഞ് അതെ രാവിലെ വെറും വയറ്റിൽ അടിച്ചു കൊടുത്താൽ നല്ലതായി റീഫ്രഷ്ഡ്. ഇനി ഒന്നും ചെയ്യാനില്ല പ്രത്യേകിച്ച്. ഡോക്ടറായ കൂടി ഇരിക്കുന്നത് ഹാങ് ഓവറൊക്കെ മാറാൻ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. നാട്ടിൽ പത്തടിച്ച് നടക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒരു റെസിപ്പി കൂടി ഞാൻ ബീട്രൂട്ടിന്റെ ഒരു റെസിപ്പി പറഞ്ഞു കൊടുത്തത്. ബീട്രൂട്ട്, ക്യാരറ്റ്, ആംല. Okay, better than apple. Amla is better than apple when it comes to antioxidants. With a pinch of salt, a piece of ginger and a half lime. ഇതായിരുന്നു ഞാൻ റെസിപ്പി പറഞ്ഞത്. The same way it is one of our drink. ഞങ്ങൾ ഉച്ചയ്ക്ക് 11:30 ഒരു ജ്യൂസ് കൊടുക്കാറുണ്ട്. ഇത് ഞങ്ങളുടെ ഒരു ഡ്രിങ്കാണ്. ഈ ഡ്രിങ്ക്? ഓ മൈ ഗോഡ്, that's so honorary actually. എനിക്ക് എൻ്റെ എന്താ പറയാ, അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ തരണം, ഒരു അപ്രിസിയേഷൻ സർട്ടിഫിക്കറ്റ്. ആലോചിക്കാം. അപ്പോൾ ഇനി പുതിയ റെസിപ്പികൾ ഡോക്ടറിന് പോലും ഞാൻ തരുന്നതല്ല. ഇത് ഞാൻ ഒരു ഡ്രിങ്കായിട്ട് പേഷ്യൻസിനെ വിടാറുണ്ട്. അപ്പം തന്നെ അവർക്ക് ഇതൊരു കണ്ടിന്യൂസ് ഒരു 5 days കുടിക്കുമ്പോഴേക്കും അവർക്ക് ആ ഫീല് വരും, ദർ ഈസ് സം ചേഞ്ചസ് ഇൻ മൈ ബോഡി എന്നുള്ളത്. അപ്പോൾ ഒരു 5 ദിവസം വന്ന് കിടക്കുമ്പോഴത്തേനും ഒരു കംപ്ലീറ്റ് മൊത്തം ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈലും ഈ പറഞ്ഞ ആഹാര രീതികളും കൂടെ ആകുമ്പോഴത്തേനും എവറിത്തിങ് ഈസ് ചേഞ്ചിങ്. പിന്നെ പറയാറുണ്ട് വി ആർ അഗെയിൻ ഗോയിങ് ബാക്ക് ടു ദ സെയിം വി ആർ, അവിടെ ആയിരുന്നു അവിടെ തന്നെ തിരിച്ചു പോവാണ്. വി ഹാവ് ടു ബി കെയർഫുൾ. കപ്പലണ്ടി പിത്തം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. പിത്തമുള്ള ശരീരവും കഫമുള്ള ശരീരവും അല്ലേ നമ്മൾ തിരിച്ചറിയണം അല്ലേ. യു ഷുഡ് നോ യുവർ സെൽഫ് എന്നാണ് ഡോക്ടർ തുടങ്ങുന്നത്. യു ഷുഡ് അനലൈസ് യുവർ സെൽഫ് അല്ലേ. നമുക്ക് എന്ത് കഴിച്ചാൽ, അപ്പോൾ തണുപ്പുള്ള ശരീരമുണ്ട് അല്ലേ, ചൂടുള്ള ശരീരമുണ്ട്. അപ്പം ഇവർക്ക് ഈ കപ്പലണ്ടി കഴിക്കുന്നതിന് മുമ്പ് പിത്തക്കൂറുള്ള ശരീരമല്ലെങ്കിൽ അവരുടെ ബൗൾ മൂവ്മെന്റിന് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യത്തില്ല. ഇപ്പൊ രാവിലെ പ്രധാനമായിട്ടും ഞാൻ കേട്ടിട്ടുള്ളത് ഈ കടല, കപ്പലണ്ടി ഇതെല്ലാം കഴിക്കുമ്പോൾ ഗ്യാസ് ഫോം ചെയ്യുന്നതാണ്. അപ്പൊ ഇത് പക്ഷെ തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം പിറ്റേന്ന് ആ വെള്ളം കളഞ്ഞ് പുതിയ വെള്ളം ഒഴിച്ച് കഴിച്ചാൽ ഈ കുതിരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രോസസ്സിൽ ഈ ഗ്യാസ് ഉണ്ടാവാനുള്ള പ്രശ്നങ്ങൾ സോൾവ് ആവും. അത് ഏറെക്കുറെ സോൾവ് ആവും. ശരി, അപ്പൊ കുതിർത്ത് കഴിക്കുന്നതാണ് ഈ ഗ്യാസിന്റെ ശല്യമുള്ള ആൾക്കാർക്ക് നല്ലത്. ശരിയല്ലേ? ശരിയാണ്, വളരെ 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 ശരിയാണ്. കുതിർത്ത് കഴിക്കുമ്പോഴത്തേനും കുറേ അതിൻ്റെ ഒരു
പ്രോസസ്സ് മാറി. നമ്മൾ ഡയറക്റ്റ് കടല എടുക്കുന്നതും ഒരു ഓവർനൈറ്റ് ഇടുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു പെട്ടെന്നുള്ള സൗകര്യത്തിനായിരിക്കും ഈ ഡയറക്റ്റ് കടല എടുക്കുന്നത്. ഇറ്റ് ഷുഡ് ബി കുക്കർ ഉണ്ടല്ലോ, സോക്കി തന്നെ വെക്കണം. വെള്ളക്കടലയും ഒരു വെള്ളക്കടല മാത്രമായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് വിട്ടാൽ തന്നെ ഇനി അസിഡിക് ആണെങ്കിൽ, അസിഡിറ്റി കൂടുതൽ പ്രശ്നമുള്ളതാണെങ്കിൽ അതിനകത്ത് കുറച്ച് തേങ്ങ ചുരണ്ടിയതും കൂടെ ഇട്ടാൽ മതി. വീണ്ടും തേങ്ങ ചെറുകിയ തേങ്ങയും കൂടെ ഇട്ട് ഒരു പിഞ്ച് ഓഫ് സോൾട്ടും കൂടെ ഇട്ടാൽ ഇറ്റ്സ് ഡൺ, ഫിനിഷ്ഡ് എന്നുള്ളതാണ്. അതൊരു നല്ല ഐഡിയൽ ബ്രേക്ക്ഫാസ്റ്റുമാണ്. മാത്രമല്ല ഇപ്പോൾ കുറേ സോഷ്യൽ മീഡിയ ഡോക്ടേഴ്സ് വന്നിട്ടുണ്ട്. ബേസിക്കലി ഒന്നും അറിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഞാൻ ഡോക്ടർമാരെയല്ല പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഐ എം എ ഷെഫ് ആക്ച്വലി, ഇപ്പോൾ യു ആർ എ ഡോക്ടർ. നമ്മളൊരു കാര്യം പറയുമ്പം അതിന് ഒരു സയൻറ്റിഫിക് അനലൈസേഷൻ ഇല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് അനലൈസേഷൻ എടുത്തിട്ട് കുറേ ആൾക്കാർ ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ഒരു ഡോക്ടർ കൺസൾട്ടൻസി എടുത്ത് അതൊന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതല്ലേ ഡോക്ടർ? തീർച്ചയായിട്ടും അല്ലേ? അല്ലാണ്ട് നമ്മൾ അത് കണ്ട ഉടനെ അത് പോയി കഴിക്കാതെ ഓരോരുത്തരുടെയും ഘട്ടം ഓരോന്നാണ്, അത് മനസ്സിലാക്കുക. ഇപ്പം ഒരാളുടെ ചികിത്സകളല്ല മറ്റൊരാൾക്ക് വേണ്ടുന്നത്. ഓരോരുത്തരുടെ ഇപ്പം നല്ല പിത്തമുള്ള ഒരാൾക്ക് പിന്നെയും പിത്തമുള്ള ഫുഡ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവണമെന്നില്ല. ആദ്യം എന്ത് ഡയറ്റ് ആണെങ്കിലും അതെ, വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് അവർ ഗട്ട്, വാട്ട് ഈസ് ദ തിങ് ദറ്റ് നീഡഡ് ഫോർ അവർ ഗട്ട്. ഇത് മനസ്സിലാക്കിയിട്ട് കഴിക്കാം. ഒരാളുടേതല്ല മറ്റൊരാൾക്ക്. ഇപ്പം എല്ലാവർക്കും കരിക്കും വെള്ളം പറ്റില്ല. ഒരു ഡയബറ്റിക് പേഷ്യൻസിന് നമ്മൾ എല്ലാ ദിവസവും കരിക്കും വെള്ളം കൊടുത്തോണ്ടിരുന്നത് അത് ഗ്ലൈക്കജൻ ലെവൽ വിൽ ഗോ, ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഇപ്പം ഓറഞ്ച് ജ്യൂസസ് പറ്റില്ല. പിത്തമുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് പിന്നെയും ഓറഞ്ച് കൊടുക്കുക? ഓറഞ്ച് ജ്യൂസ് പറ്റില്ല. അപ്പം ഒരാൾ പറയാണ് എൻ്റെ സ്കിന്നിന് ഓറഞ്ച് നല്ലതാണ്, എന്നാൽ പിന്നെ അതങ്ങ് കുടിച്ചേക്കാം കുറച്ച് ദിവസത്തേന്. അങ്ങനെയല്ല. പക്ഷേ there is something which can be generalized, അല്ലേ? ഇപ്പോൾ നമ്മുടെ pH വാല്യൂ ബാലൻസ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലിവർ, കാരണം കേരളത്തിൽ ഇപ്പം പുറത്തെല്ലാം ഡോക്ടർ നോക്കിയാൽ ഹൃദയമാണ്, അല്ലേ? ഹൃദയം, ഹാർട്ട്, അല്ലേ? പക്ഷെ കേരളത്തിൽ മാത്രമാണ് എൻ്റെ കരളെ എന്ന് വിളിച്ചിട്ടുള്ളത്, അല്ലേ? എൻ്റെ കരളെ. വേറെ ആരെയും വിളിച്ചിട്ടുണ്ട്? ഇപ്പോൾ യൂറോപ്പിലൊക്കെ ചെന്നിട്ട് എൻ്റെ ലിവറെ എന്നാരും വിളിച്ചിട്ടില്ലല്ലോ, ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടായിരിക്കും ഈ കരളിന് ഇത്രയും പ്രാധാന്യം കേരളത്തിൽ? ഓഫ് കോഴ്സ് ആൽക്കഹോളിക് കൺസംഷൻ ഇസ് ടു ഹൈ. അതുകൊണ്ടാണ് അപ്പൊ എൻ്റെ കരളെന്ന് വിളിച്ചു പോകും. തീർച്ചയായും. കാരണം ഏറ്റവും കൂടുതൽ ഒരു ബോഡിയിൽ 24/7 ഡീടോക്സ് ചെയ്യാനായിട്ട് സഫർ ചെയ്യുന്നത് കരളാണ്, ലിവറാണ്, അല്ലേ? വേറെ ഒരു പാർട്ട് ഓഫ് ദ ബോഡി അല്ല. അപ്പോൾ ഈ ലിവറിനെ ക്ലെൻസ് ചെയ്ത് വെക്കുക എന്നുള്ളതല്ലേ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം? അതെ. അപ്പം അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ലൈഫ് സ്റ്റൈൽ ഫുഡ് എന്തായിരിക്കും പറയുന്നത് ജനറലി ലിവറിനെ ഹാപ്പി ആക്കുന്നതിനകത്ത് ലെമൺ ഒരു ഭയങ്കരമായിട്ടുള്ള പങ്കുണ്ട്. ലെമൺ ഹെൽപ്പ് ചെയ്യും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ലെമൺ അസിഡിക്കുമാണ്. അപ്പോൾ ഈ ആൽക്കഹോൾ കൺസംഷൻ കൂടി വരുമ്പോൾ ഡെഫിനറ്റ്ലി വയറ്റിലും അസിഡിക് പ്രോബ്ലംസ് കൂടി വരും. അപ്പോൾ നമ്മുടെ ഈ ലെമണും എടുക്കുന്നതിനൊരു എന്താ പറയുക, ഒരു ലിമിറ്റേഷൻ വരും. ഒരു കൺസൾട്ടൻസി ചോദിച്ചിട്ട് ഒരു ഫുഡ് പ്ലാൻ ഉണ്ടാക്കി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. കറക്റ്റ്. ഈ ലിവറിനെ ക്ലെൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരെണ്ണമാണ് കരിക്കും വെള്ളം. തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ നല്ല പച്ചവെള്ളം പ്രോപ്പറായിട്ട് കുടിക്കുക. ഡോക്ടർ, ഇന്നിപ്പോൾ നല്ല പച്ചവെള്ളം കിണറ്റിൽ പോലും ഇല്ലാത്തൊരു കാലം, അല്ലേ? അപ്പം ഞാൻ കേട്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും ജീവനുള്ളത് കഴിക്കുക എന്നുള്ളതാണ്. ജീവനുള്ളത്, അതായത് മുളപ്പിച്ച് കഴിക്കുക, പയർ മുളപ്പിച്ച് കഴിക്കുക, മുതിര മുളപ്പിച്ച് കഴിക്കുക. വെള്ളത്തിൽ പോലും ജീവൻ ഉണ്ടാവണം. അതായത് ജീവൻ ഉണ്ടെങ്കിൽ ഇത് ചീത്തയാവും. അതെ. അപ്പം ഈ വെള്ളം തിളപ്പിച്ച്, പതിമുഖം ഇല്ലെങ്കിൽ കരിവേപ്പില ഇല്ലെങ്കിൽ പനിക്കൂർക്ക, ഇത് തിളച്ച് കഴിയുമ്പോൾ ഇതിൽ ലൈഫ് ഉണ്ടാവും, അല്ലേ? ഈ ജീവനുള്ള വസ്തുക്കൾ കൂടുതൽ കഴിക്കുമ്പോൾ നമ്മളിൽ അതിനനുസരിച്ചിട്ടുള്ള ഉത്തേജനം ഉണ്ടാവുമെന്നാവും. ഡോക്ടർ എന്താണ് അതിനെപ്പറ്റി പറയുന്നത്? ജീവനുള്ള വസ്തുക്കൾ കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് എപ്പോഴും ആക്റ്റീവ് പ്രോസസ്സിലിരിക്കാൻ പറ്റുക. ഈ നമ്മൾ ശവങ്ങളെന്ന് ഉദ്ദേശിക്കുന്ന ഈ പറഞ്ഞ റൂട്ട് നോൺ വെജിറ്റബിൾ, അത് ജീവനുള്ളതാണല്ലോ. അതും ജീവനായിട്ട് പിന്നെ ശവങ്ങളാവാണ്. വേറെ ഇൻ കേസ് ഓഫ് വെജിറ്റേറിയൻ ഫുഡിനകത്ത് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ മുളപ്പിച്ച് വരുന്നതും ഒക്കെ പിന്നീടും അത് നമ്മളിപ്പോൾ പറിച്ചെടുത്താലും അതിൻ്റെ ഉള്ളിൽ പിന്നെയും ജീവൻ നിൽക്കുകയാണ്. അപ്പോൾ അത് പിന്നെ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് സ്പാനും അതിനനുസരിച്ച് മാറുകയാണ്, നമ്മുടെ എനർജി മാറുകയാണ്. അപ്പോൾ ലൈഫ് സ്റ്റൈലിനകത്ത് ജീവനുള്ള ഫുഡ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വെള്ളം പോലും തിളപ്പിച്ച് കുടിച്ചാൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ആയിരിക്കും, അല്ലേ?
പക്ഷെ വെള്ളം പച്ചവെള്ളമായിട്ടും കുടിക്കുന്നത് മിനറൽസും ഒക്കെ ഉള്ള പിന്നെ ഞാൻ മിനറൽ വാട്ടറിനെ പറ്റിയല്ല, ഡ്രിങ്കിങ് വാട്ടറും മിനറൽ വാട്ടറും രണ്ടും രണ്ടാണ്. രണ്ടും ഇവിടുത്തെ ബോട്ടിലുകളിലെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് ഡ്രിങ്കിങ് വാട്ടറാണ്. ആണ്. വെളിരാജ്യങ്ങളിൽ പോയാൽ അതിനകത്ത് മിനറൽ വാട്ടർ എഴുതിയിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? അതെ അതെ. അപ്പൊ ഈ വ്യത്യാസം ജനങ്ങൾ തിരിച്ചറിയണം. കറക്റ്റ് അല്ലേ ഡോക്ടർ? തിരിച്ചറിയോ? അറിയണം. അതിനല്ലേ നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. തിരിച്ചറിയണം. പുളിയില്ലേ ഡോക്ടർ, നമ്മളെ പുളി അല്ലേ, ഈ പുളി വെള്ളം ലിവറിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊരു ഡ്രിങ്ക് ആയിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എല്ലാ കേസിലും പറ്റില്ല. പുളിക്കകത്തും ഈ പറഞ്ഞ പോലെ അസിഡിക് പ്രശ്നങ്ങളുണ്ട്. ഫാറ്റിനെ നന്നായിട്ട് ബേൺ ചെയ്യാനായിട്ട് പുളി ഹെൽപ്പ് ചെയ്യും, നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ലിവറിലാണ് വേണ്ടാത്ത കൊഴുപ്പുകളെല്ലാം ലാസ്റ്റ് വന്ന് അടിയുന്നത്. അത് നമുക്ക് ഈ പറയുന്നതിൻ്റെ തൊട്ട് ഈ പുളിവെള്ളം എടുക്കാൻ പറ്റും, പുളിവെള്ളം നന്നായിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റും. ഈ അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നതിൻ്റെ തൊട്ട് അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് എന്നർത്ഥം. എല്ലാത്തിനും ഒരു പാറ്റേൺ സെറ്റ്. കറക്റ്റ്. ഇപ്പം നമ്മൾ ഓവറായിട്ട് ആൽക്കഹോളിക് ആയിട്ട് ലിവർ പോകാനിരിക്കുന്ന സാഹചര്യത്തിൽ പോയി പുളിവെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് യാതൊരു കഥയുമില്ല. ഒരു കഥയില്ല. അപ്പോൾ ഡോക്ടറുടെ തണലോരത്ത് സ്വന്തമായിട്ട് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു. അതിനെപ്പറ്റി ഒന്ന് പറയാം. അച്ഛൻ കൃഷിക്കാരനും കൂടാണ്. അച്ഛൻ നല്ല. അപ്പോൾ അവിടെ വന്നാൽ ഈ ഫുഡൊക്കെ കഴിച്ച് അവിടുത്തെ നാട്ടിൻപുറത്ത്, അപ്പം ഞാൻ ഒരു ദിവസം വന്നിട്ട് എനിക്ക് വന്ന് അവിടെ ഞാൻ കുക്കും കൂടെ ചെയ്ത്, പിന്നെ നമുക്ക് ഒരു ദിവസം എനിക്ക് ഈ വയറ് ക്ലീൻ ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഡീടോക്സിഫിക്കേഷൻ വളരെ മാൻഡേറ്ററി ആണ്. കാരണം ഇന്ന് പൊതുവേ ഉള്ള എനിക്കൊന്ന് പ്രധാനമായിട്ട് NRIകളാണ് അല്ലേ? ഡോക്ടർ നോക്കിക്കഴിഞ്ഞാൽ ആയുർവേദത്തിന് ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് പുറത്തുള്ളവരാണ് എൻജോയ്. തീർച്ചയായിട്ടും. എനിക്കിവിടെ കുറേ അധികം NRIs ആണ്. അവർ വന്നിട്ടാണ് ഡീടോക്സ് ചെയ്യുന്നത്. അതെങ്ങനെ ഡോക്ടറെ അടുത്ത് വന്ന് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വരും? അത് വിളിച്ച് ഇത്ര ദിവസത്തേക്ക് ഒരു മിനിമം നമ്പർ ഓഫ് ഡേയ്സ് എത്ര ദിവസമാണ്? സത്യത്തിൽ നമുക്ക് മിനിമം നമ്പർ ഓഫ് ഡേയ്സ് വേണ്ടുന്നത് ഒരു 7 ദിവസമെങ്കിലുമാണ്. മിനിമം 7 ദിവസം. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ 7 ദിവസത്തിനൊന്നും ആരും ഇല്ല. അവർ വല്ലപ്പോഴും വെക്കേഷന് വരുന്നത് കൊണ്ടൊക്കെ അപ്പോൾ നമ്മളത് 3 days 5 days എന്നുള്ള രീതിയിൽ ഷോർട്ടൺ ചെയ്ത്. പക്ഷേ ഡോക്ടറെ ക്യാൻസർ വ്യാപ്തമായിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര അല്ലേ? അപ്പോൾ ഇവർ ഈ സമയമുണ്ടല്ലോ ഡോക്ടർ. അങ്ങനെയുണ്ട്, അന്നേരത്തേനും വരും. ഇപ്പോൾ ഈ ക്യാൻസർ കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിലൊക്കെ നമുക്ക് പേഷ്യൻസ് ഉണ്ട്. അവർ വന്ന് വളരെ മനസ്സമാധാനമായിട്ടിരുന്ന് ഇനിയൊരു റിക്കവറി എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മളൊരു ഒന്ന് കൂൾ ഡൗൺ ആക്കി. തണലോരം ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഞാൻ ഒട്ടുമേ തിരക്കെടുത്ത് വെക്കാത്തൊരു സെറീൻ കാം നേച്ചറിൽ കൊണ്ടുനടക്കുന്ന ഇറ്റ്സ് മൈ ബേബി. അപ്പോൾ അങ്ങനെ കൊണ്ടുനടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇങ്ങനത്തെ പേഷ്യൻസ് എനിക്കവിടെ വരാറുണ്ട്. അപ്പം ദേ എൻജോയ് നേച്ചർ എ ലോട്ട്. അപ്പോൾ അവിടെ നമ്മുടെ തന്നെ വയലും നമ്മുടെ തന്നെ കൃഷിയിടങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാനിങ്ങനെ പറയും, ഇറങ്ങിപ്പോ. ആ ചെറിയ ചെറിയ വാട്ടർ സ്ട്രീംസ് ഉണ്ട്, അതിനകത്തൊക്കെ കാല് നനയ്ക്ക്, ആ ചെളിയിലൂടെ ഒക്കെ ഒന്ന് നടക്ക്. അപ്പോൾ അവിടെ നിന്നുള്ള ചേനയും ചേമ്പും എല്ലാം ഉണ്ട് അവിടെ. കറിവേപ്പില ഉണ്ടോന്നോ? എല്ലാം ഉണ്ട്. കാന്താരി, കറിവേപ്പില, മറ്റേ ഉണ്ടമുളക്. പക്ഷെ മുളകുകൾ ഞങ്ങൾ അധികം സപ്പോർട്ട് ചെയ്യാറില്ല. മണമുളകുണ്ട്, അറിയാം. അങ്ങനത്തെ എല്ലാം തന്നെയുണ്ട്. ഞാൻ കേട്ടൊരു കാര്യമാണ് ഡോക്ടർ, എത്രമാത്രം സത്യം എന്നറിയില്ല. നമ്മൾ താമസിക്കുന്ന വീടിന് പരിസരത്തായി നമ്മളെ രോഗലക്ഷണം മനസ്സിലാക്കിയിട്ടുള്ള ചെടികൾ വളരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് എത്രത്തോളം സത്യമാണ്? ആയിരിക്കാം, ഏറെക്കുറെ. ഇപ്പം യൂറിനറി സ്റ്റോണിൻ്റെ ഒക്കെ സിറ്റുവേഷനിൽ നമുക്കൊരു കല്ലുരുക്കി എന്ന് പറയുന്ന ഒരു പലയിടത്തും ഞാനത് കണ്ടിട്ടുണ്ട്. ഈ കല്ലുരുക്കി കിളുത്ത് വരുന്നതും ആ വീട്ടുകാരില്ലേ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ താമസിക്കുന്ന അടുത്ത് ഫോർ എക്സാമ്പിൾ എപ്പോഴും ഒരു പേരമരം കാണും. എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഈ ഡയബറ്റിക് ആയിരുന്നു. അപ്പം ഞാൻ ഈ പേരയ്ക്കാണ് ഏറ്റവും വലിയ ആന്റി ഡയബറ്റിക്. പേരയ്ക്ക കഴിക്കുക, പേരയില കഴിക്കുക. അപ്പോൾ അത് ഞാൻ പിന്നെ പനിക്കൂർക്കാണ് ഞാൻ താമസിക്കുന്ന പരിസരങ്ങൾ. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പരിസരത്തായിട്ട് ചെമ്പരത്തിയാണ്. ചെമ്പരത്തിയുടെ പൂ പലരും അതായത് ഇങ്ങനെ പൂത്ത് കിടക്കുക, ആർക്കും പുല്ലുവിലയാണ്. ഈ ചെമ്പരത്തിയുടെ 2 പൂ പറിച്ച് ചുമ്മാ തിളപ്പിച്ച് അല്ലേ, അതിനകത്ത് നല്ല പിങ്ക് കളറിൽ വെള്ളം വരും. അതിൽ വേണമെങ്കിൽ 1/2 നാരങ്ങയും പിഴിഞ്ഞ് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജ് വെക്കേണ്ട, റൂം ടെമ്പറേച്ചർ അതിന് ശേഷം നല്ല ചെറുതേൻ കലക്കി 1 നുള്ളു ഉപ്പ് ഇട്ട് അടിച്ചാൽ അതിലും വലിയൊരു റിഫ്രഷിങ് ഡ്രിങ്ക് ഇല്ല. പക്ഷെ എന്നിട്ടും ഡ്രിങ്ക്സിനോടാണ് ആൾക്കാർക്ക് താല്പര്യം അല്ലേ? അത് എത്രത്തോളം ഡോക്ടർ ശ്രദ്ധിച്ചിട്ടുണ്ട്? അയ്യോ, അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. വി ആർ ഡൂയിങ് ഇറ്റ്. അത് നമ്മൾ തൊട്ടാവാടി ഭയങ്കര ഔഷധപൂർണമായ ഒരു ചെടിയാണ്. കാണാനില്ല, കിട്ടാനില്ല. പക്ഷെ പ്രഗ്നന്റ് ലേഡീസിന് എടുക്കാൻ പാടില്ല. അങ്ങനെ തന്നെ നേച്ചറിൽ ഇപ്പൊ പല അസുഖങ്ങൾക്കും ഞാൻ ഈ പൈനാപ്പിളിന്റെ സ്റ്റോറി പറഞ്ഞ് ഒരുപാട് ലേഡീസ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഷെഫ് എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഡോക്ടറിന് കൊടുക്കാൻ പറ്റിയ ഇപ്പൊ ജാതിക്ക എന്തുമാത്രം ഹെൽപ്ഫുൾ ആയിരിക്കും? ജാതിക്ക വയറിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഹെൽപ്ഫുള്ളാണ്.
ഈ പറഞ്ഞതിൻ്റെ തൊട്ട് നന്നായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റും. ഒരു ടോക്സിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വയറ്റിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ് ജാതിയുടെ വെള്ളവും ജാതി പത്രയും ഒക്കെ എടുത്തിട്ട് നമുക്കൊരു ഡ്രിങ്കായിട്ട് കുടിക്കാൻ പറ്റിയാൽ അതിൻ്റെ ഒരു ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് താനും ഈ ജാതിക്കായ്ക്ക്. എന്താ പറയുക, നമ്മുടെ ചുറ്റിനും ഔഷധങ്ങളാണ് എന്നുള്ളതാണ്. പണ്ട് ഈ വൈദ്യന്മാർ ഒരു പേഷ്യന്റിനെ എടുക്കുമ്പോൾ ഈ ഒരു ഇല വെച്ചിട്ട് ഞാൻ പാഞ്ചിയില, അതൊക്കെ ഇന്നും ഉണ്ടോ? പാഞ്ചിയിലയും കാണാൻ വളരെ പാഞ്ചിയിലുണ്ട് എന്റെ തറവാട്ടിൽ പോകണം. പക്ഷെ ഈ മന്ത്രങ്ങളൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് അറിയാവോ? സാധ്യത വളരെ കുറവാണ്. ഇതൊന്നും പഠിപ്പിക്കുന്നില്ലല്ലേ? ഇല്ല, പണ്ട് മരുന്നും മന്ത്രവും എന്നാണല്ലോ. അതെ അതെ, ഇത് ഞാനും കേട്ടിട്ടേ ഉള്ളൂ. പാഞ്ചേല എന്നാണെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ടെക്നിക്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുമുണ്ട്. അപ്പൊ എന്റെ വൈദ്യരെന്ന് ചൊല്ലുന്നുണ്ട്, പണ്ട് ഈ ടോൺസിൽസ് എല്ലാം ഒരു കണത്തൈലം എന്ന് പറഞ്ഞ തൈലം തേച്ചിട്ട് ഉടച്ചു കളയുമെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ വന്നിട്ടില്ല ടോൺസിൽസ് ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ഒന്നും ഇന്ന് പണ്ട് ബ്രസ്റ്റ് ക്യാൻസറിന് തിരി വെച്ച് കരിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം എന്റെ വൈദ്യശാലയിൽ പണ്ട് ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ട് കേട്ടോ. അഗ്നികർമ്മം പോലെയുള്ള ചികിത്സകളുണ്ട്. പക്ഷെ അതൊക്കെ പ്രാക്ടിക്കലി ചെയ്യുന്നത് എത്രത്തോളം എന്നുള്ളതാണ് ആരുമില്ല. അങ്ങനെ ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒക്കെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് ഇപ്പം പോവാൻ തന്നെ പറ്റില്ല. കാര്യം ഭയങ്കര മോഡേൺ ആയി കഴിഞ്ഞു. ആരാണ് അങ്ങനത്തെ ഒരു റിസ്കിന് നിൽക്കുന്നത്? കരിങ്ങന്നൂർ വൈദ്യർ പറഞ്ഞൊരു കാര്യം, കരിങ്ങന്നൂർ പ്രഭാരൻ വൈദ്യർ, പുള്ളിയുടെ അച്ഛൻ്റെ കിഡ്നി പഴുത്തുപോയി. നായ്ക്കുർണ വെച്ച് ഒരു ഔഷധം ഉണ്ടാക്കി അതിനെ പുനർജനിപ്പിച്ചെടുത്തു എന്നാ പറയുന്നത്. അപ്പോൾ കേരളം പോലത്തെ ആയുർവേദത്തിന് അല്ലേ, കേരളം പോലത്തെ ആയുർവേദത്തിന് സ്വന്തമായിട്ട് അഹങ്കാരമായിട്ടുള്ള ഒരു സംസ്ഥാനം, ഡോക്ടേഴ്സിനെ പോലുള്ളവർക്ക് ഒരു പ്രചോദനമായി കൂടെ നിന്ന് ഈ നഷ്ടപ്പെട്ടു പോകുന്ന ചൈതന്യമെല്ലാം തിരിച്ചു പിടിക്കണ്ടേ? തിരിച്ചു പിടിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അങ്ങനെ ഉണ്ടാവട്ടെ. ഇനി ഡോക്ടറിന് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് ആണ്. റാപ്പിഡ് ഫയർ ആണെങ്കിലും കുറച്ച് കട്ടിയായിരിക്കും. ഉത്തരം പറയാൻ റെഡി ആയിക്കോ. ദിസ് ഇസ് ഷൈൻ വിത്ത് നാലൻ. Doctor, this is not just a rapid fire. This is clarity under pressure. Okay? One word, one line, one explanation. People are waiting. Ready alle? Ready. The question is Ayurveda in one word. Ayushvedaha Ayurvedaha. Ayurveda is a lifestyle. Nice. Doctor or healer? Both. Food, medicine or poison? It's a medicine. Quick relief or long-term healing? It's a long-term healing. One habit people must stop immediately? Junk food maybe. Junk foods. നിർത്തിയത് തന്നെ. One habit people must start tomorrow? Wake up in early morning. Stress or food, which is more dangerous? Both. Which is most dangerous? Yeah, I think it's food. If we are balancing food, everything is okay. The stress is also depending on the food you eat. Yeah. Are we over-medicated as a generation? Yes or no? Yes. ഒരു one line പറയാം. Over medicated ആണ്. എന്തിനും ഏതിനും മെഡിസിൻ ആണ്. If it is a headache also, it's a medicine. Ayurveda or modern medicine? Ayurveda. So there's one final question. Is there one message you want every human being to remember about health? What it would be? About health, as I said, it's a lifestyle. Make health as a lifestyle process. നത്തിങ് അഡീഷണലി നമ്മളൊന്നും ചെയ്യാതിരിക്കുക. വളരെ കൃത്യമായിട്ടുള്ള ഒരു ദിനചര്യ ഉണ്ടെങ്കിൽ തന്നെ എവറിത്തിങ് ഈസ് പെർഫെക്റ്റ്. ആൻഡ് ഓഫ് കോഴ്സ് വാട്ട് വി ഈറ്റ് ഇസ് വാട്ട് വി ആർ. വിവരമുള്ളവൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ, ഹെൽത്ത് ഇസ് വെൽത്ത്. കറക്റ്റ്. സോറി, അതിലേക്ക് ഞാൻ വന്നില്ല, പെട്ടെന്ന് ഓർത്തില്ല അല്ലേ? അതെ, ഹെൽത്ത് ഈസ് വെൽത്ത്. വീട്ടില് ഈ വീടിന്റെ ഗൃഹനാഥൻ ഇന്ന ദൈവമാണ് എന്ന് എഴുതി വെക്കുന്നതിന് പകരം എഴുതി വെച്ചോ, അതിന്റെ മുകളിൽ എഴുതി വെക്കണം ഹെൽത്ത് ഈസ് വെൽത്ത് അല്ലേ ഡോക്ടർ? താങ്ക് യു. So that's powerful. Sometimes simplest answers are the hardest truth എന്ന് പറയുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എൻ്റെ വലിയ വൈദ്യരുടെ പേര് ഗോപാലകൃഷ്ണൻ വൈദ്യർ എന്നാണ്. ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് പുള്ളി ഇടയ്ക്കിടയ്ക്ക് യാത്രകൾ പോകും. കാരണം ഈ ലാടന്മാരെയും ബാക്കിയുള്ള നാട്ടുവൈദ്യരെയും ഒക്കെ പല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും. അങ്ങനെ ഒരു ജേർണി ഡോക്ടർ ചെയ്യാറുണ്ടോ? ഇടയ്ക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ പോവാറുണ്ട്.
എവിടൊക്കെയാണ് യാത്ര ചെയ്തത്? ഞാൻ പോകുന്നതെല്ലാം നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കാണ്. അത് ഇതിൻ്റെ ഭാഗമായിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒബ്സർവ് ചെയ്യാറുണ്ട് കാര്യങ്ങൾ. എല്ലാം ഒന്നും നമുക്ക് എടുക്കാൻ പറ്റും. ഡോക്ടറിന് പ്രകൃതിയിൽ നിന്നും കിട്ടിയതായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം, പ്രകൃതി നമ്മളോട് സംസാരിക്കുമല്ലോ, അപ്പൊ അങ്ങനെ ഡോക്ടറിന് പ്രകൃതിയിൽ നിന്നും കിട്ടിയ എന്തെങ്കിലും ഒരു കൂട്ടുണ്ടോ ആയുർവേദത്തിൽ ഡോക്ടർ മനസ്സിലാക്കിയ കൂട്ട് എന്ന് പറയാനായിട്ട് പ്രകൃതിയിൽ നിന്നും കിട്ടിയത് ദന്തപാല എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു ഭയങ്കര ഈ സോറിയാസിന് അത് പ്രകൃതിയിൽ നിന്നല്ലാതെ നേരത്തെ തന്നെ എഴുതിയിട്ടുണ്ട്. സ്റ്റിൽ ഞാൻ അവിടെയും ഇവിടെയൊക്കെ പോകുമ്പോൾ ഞാൻ എൻ്റെ കൂടെ കൂട്ടുന്നൊരു ചെടിയാണ് ദന്തപാല. അത് എനിക്ക് തോന്നുന്നു ഇപ്പം എൻ്റെ ആ തണലോരത്തിൽ ഇപ്പോൾ ഒരു 3-4 ദന്തപാല ആയിട്ടുണ്ട്. ഇപ്പം ഡോക്ടർ ഈ തൈലം ഉണ്ടാക്കും, ദന്തപാല വെച്ചിട്ട് തൈലം ഉണ്ടാക്കാറുണ്ട്. ഡോക്ടറിൻ്റെ അവിടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഇല്ല. വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള 1, 2, 3, 4 അത് ചെയ്യാറുണ്ട്. ഈ താരൻ ഭയങ്കര ഒരു അസുഖമാണല്ലോ, പല ചെറുപ്പക്കാർക്കും ഇന്നതൊരു വലിയ വിഷയമാണ്. അവരെ ഗട്ട് ക്ലിയർ അല്ലാത്തതുകൊണ്ട് മാത്രമല്ലേ പ്രധാനമായിട്ടും അതിന് തലയ്ക്ക് കുറെ എണ്ണയും തേച്ച് ഷാമ്പൂ ഇട്ടിട്ട് റൂട്ട് കോസ് മാറിയിട്ടില്ല, ഗട്ട് പ്രശ്നമാണ്. അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ പറയുന്നതിൻ്റെ താരന് അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എണ്ണകൾ യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ ദന്തപാല കേരം തന്നെയാണ് അതിൻ്റെ ഒരു കേരമുള്ളത്. പക്ഷേ റൂട്ട് കോസ് അവിടെ അല്ല. വയറ് ക്ലീൻ ചെയ്യണം, വയറ് സെറ്റ് ചെയ്യാന്നുള്ളത്. അതെ അതെ. അസിഡിറ്റി കൂടി നിൽക്കുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. വയറ് ക്ലിയർ ആയിട്ട് ഗട്ട് ക്ലിയർ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ദന്തപാലയും കൂടെ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും അതിന് റിസൾട്ട് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ബേസിക് ഹൈജീൻ താരൻ്റെ ഒരു പ്രശ്നമാണ്. ഈ ഡെയിലി യൂസ് ചെയ്യുന്ന ഈ നമ്മുടെ കോമ്പും പില്ലോ കേസും ഇവിടെ ഒക്കെ താരൻ കാണും. ഇതെല്ലാം ഒരു 3 days 4 days കൂടുമ്പം റീയൂസ് ചെയ്ത് വാഷ് ചെയ്ത് റീയൂസ് ചെയ്യുക, ഇതൊക്കെ ചെയ്യാനുണ്ട്. താരൻ അതെ അതെ, താരൻ എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് ആണത്. ഡോക്ടറെ, ഇപ്പം നമ്മളുടെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നമ്മളുടെ നാടൻ ആഹാര രീതികൾ. ഭയങ്കര കാബ്സ് ആണ്, ഭയങ്കര അതാണ്, ഭയങ്കര ഇതാണ്. പക്ഷെ തമിഴന്മാരെ ശ്രദ്ധിച്ചു നോക്കിയാൽ പൊങ്കല്, ഈ പറയുന്ന തൈര് സാദം, അതേപോലെ തന്നെ പല ഡിഷസ് ഉണ്ട്, ബിസ്മില്ലാബാത്ത്, ഇതെല്ലാം അവരിന്നും പൊങ്കൽ എന്നൊക്കെ പറഞ്ഞാൽ അവർ എന്തോ വലിയൊരു സംഭവം പോലെ. നമ്മളും നേടിയെടുത്തിട്ടുള്ള പുട്ട്, ഇഡലി, ഇത് ബേസിക്കലി വലിച്ചു വാരി തിന്നാതെ ഇപ്പൊ പുട്ടും പയറും ലിമിറ്റഡ് നോട്ടിൽ കഴിക്കുന്നത് ഒരു മലയാളിക്ക് എന്തുമാത്രം നല്ലതാണ്. ഒന്നത് മാത്രമല്ല, പഴങ്കഞ്ഞി പോലത്തെ ഒരു കാലത്ത് എഴുതി തള്ളിയ വെളിച്ചെണ്ണയും ഒരു കാലത്ത് എഴുതി തള്ളി, സൺഫ്ലവർ ഓയിലായിരുന്നു എല്ലാം. ഇപ്പൊ സൺഫ്ലവർ ഓയിൽ വീട്ടിൽ കയറ്റാറില്ല. ഈ പഴങ്കഞ്ഞി ഇപ്പം എനിക്ക് തോന്നുന്നത് നാഷണൽ വൈസ് ഇന്റർനാഷണൽ വൈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഗട്ട് ഫുഡായിട്ട്. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റേഷൻ അല്ലേ ഡോക്ടർ മാർക്ക് ചെയ്യേണ്ടത്, അതല്ലാണ്ട് ഫുഡിനെ അല്ലല്ലോ? അല്ല, ലിമിറ്റേഷൻ തന്നെയാണ്. അല്ലേ, ലിമിറ്റേഷൻ തന്നെയാണ്. ഇപ്പോൾ കാർബ് കിട്ടേണ്ടടുത്ത് കാർബ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ബ്രെയിൻ ഡാമേജ് ആകും. എല്ലാം വേണം. അത് തന്നെയാണ്. അധികമായാൽ ഇഡ്ഡലിയും സാമ്പാറിലുമുള്ള ഗുണം ബ്രെഡിലും ജാമിലും കിട്ടില്ല. ഡെഫിനറ്റ്ലി ഇല്ല. ഇന്നത്തെ ബ്രെഡുകളെ കറക്റ്റായിട്ട് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡോക്ടർ സബ്മറൈൻ എന്ന് പറയുന്നൊരു കഫേ ആയിട്ട് വരുന്നുണ്ട് അല്ലേ? അതെന്താ? അപ്പൊ ഈ ബ്രെഡ് എന്തുമാത്രം ഡാമേജിങ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഡോക്ടറുടെ ബ്രെഡിന്റെ പ്രത്യേകത? ബ്രെഡ് വീറ്റ് ബ്രെഡാണ്. അത് അതിന് സ്പെഷ്യലൈസ് ചെയ്ത് നമ്മൾ ഒരു വളരെ വളരെ കഷ്ടപ്പെട്ട് നമ്മൾ അതിനെ റെസിപ്പീസ് പുളിപ്പിച്ചെടുത്ത ബ്രെഡാണ്. സവർ ബ്രെഡാണ് ഗട്ടിന് നല്ലത്. അല്ലാത്തിടത്തോളം കാലം അതൊരു ഗട്ട് ഫ്രണ്ട്ലി ബ്രെഡ് അല്ല. അപ്പൊ അതുകൊണ്ടാണ് ബ്രെഡിനെ അങ്ങനെ എൻഗേജ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ എന്താണ് ആ സബ്മറൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സബ്മറൈൻ കൊണ്ട് ഇത് തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേസിക്കലി സബ്വേയുടെ വേറെ ഒരു ആ ബ്രെഡിനെ കംപ്ലീറ്റ്ലി മാറ്റുക എന്നുള്ളതാണ്. അതൊരു വീറ്റ് ബ്രെഡാണ്, ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രെഡാണ്. സബിലും ഈ പറഞ്ഞ പോമസൻ ബ്രെഡും ഹണി റോസ്റ്റഡ് ബ്രെഡും ഒക്കെ ഉണ്ട്. പക്ഷെ സബ് എന്നെ സംബന്ധിച്ചോളം ഒരു ഹെൽത്തി ഫുഡാണോ എന്ന് ചോദിച്ചാൽ അതിൽ സോസ് ഒഴിക്കുന്നിടം വരെയും ഓക്കെയാണ്. പിന്നെ അതിനകത്ത് ഒരു ലോഡ് സോസ് ഒഴിച്ചു കഴിഞ്ഞാൽ അത് ലിറ്ററലി കെമിക്കലായി അല്ലേ? ലിറ്ററലി പിന്നെ അത് എനിക്കത് എഡിബിൾ അല്ല എന്നെ സംബന്ധിച്ചോളം. അപ്പം എൻ്റെ കാഴ്ചപ്പാടാണ്. അതല്ലാത്ത പക്ഷം ഇറ്റ് ഈസ് ഫൈൻ. മാത്രമല്ല, ആൾക്കാർക്ക് മയോണൈസിനെ പറ്റിയും ഹോമോസിനെ പറ്റി എല്ലാം ഒരു തെറ്റിദ്ധാരണ. അതിനൊരു ഹെൽത്തി നോട്ടും ഉണ്ട്. അത് ഹെൽത്തി നോട്ടിൽ ഉണ്ടാക്കി കഴിക്കണം എന്ന് മാത്രം അല്ലേ? അല്ലാണ്ട് നമ്മള് മയോണൈസിനെ തന്തയ്ക്ക് വിളിച്ചിട്ട് കാര്യമില്ല. അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, കാരണം അത് കഴിക്കുന്ന രാജ്യങ്ങളുണ്ട്. ഡോക്ടർ, ഒരു സാധനം കൂടെ നമുക്ക്
ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ കോൺവെർസേഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഡോക്ടറെ, ഇത് ആക്ച്വലി എൻ്റെ അമ്മയുടെ പേരിലാണ്, ഗീത എന്നാണ് എൻ്റെ അമ്മയുടെ പേര്. ഇത് വെന്ത വെളിച്ചെണ്ണയാണ്. ഞാൻ ഈ ഷോയിൽ എനിക്കൊന്ന് ആദ്യമായിട്ടാണ് ഒരാൾക്ക് എനിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത്. കാരണം വെന്ത വെളിച്ചെണ്ണ അമ്മയുടെ മുലപ്പാലിനോട് സാമ്യമുള്ള ഒരേ ഒരു ദ്രാവകം. എൻ്റെ കാഴ്ചപ്പാടാണ്. ഇതൊന്ന് സ്കിന്നിലൊന്ന് പുരട്ടി നോക്കുക. ഇത് ആക്ച്വലി ലക്ഷദ്വീപിൽ നിന്നാണ് വരുന്നത്. ലക്ഷദ്വീപിലെ ഒറിജിനൽ തെങ്ങ്, ആ നാടൻ അവിടുത്തെ തെങ്ങ്, അല്ലാണ്ട് പാണ്ടിനാട്ടിലല്ല, അവിടുത്തെ തെങ്ങിൽ നിന്നും തേങ്ങ എടുത്ത് തേങ്ങാപ്പാലിൽ നിന്നുണ്ടാക്കുന്ന ശുദ്ധമായ വെന്ത വെളിച്ചെണ്ണ. ഇത് ചെയ്യുന്നത് അസറു എന്ന് പറയുന്നൊരു പയ്യനാണ്. പുള്ളിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ഒന്ന് എക്സ്പീരിയൻസ്, ഒന്ന് സ്കിന്നിൽ ഒരു ഡ്രോപ്പ്. വെന്ത വെളിച്ചെണ്ണ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? വെയിറ്റ് ലോസ്. ഇത് എഡിബിൾ അല്ല, എഡിബിളും ആണ്. ദിസ് ഈസ് ദ മോസ്റ്റ് പ്യൂറസ്റ്റ് ഫോമിലാണ് ഞാൻ ഡോക്ടർ തന്നിരിക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് നൈസ്. താങ്ക് യു സോ മച്ച്. വെന്ത വെളിച്ചെണ്ണ ഡെയിലി ഒരു സ്പൂൺ കുടിച്ചാൽ നമ്മുടെ വേണ്ടാത്ത ഫാറ്റും ഇത് പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള വിമണിനൊരു ഹൈ റെക്കമെൻഡേഷനാണത്. വെന്ത വെളിച്ചെണ്ണ PCOS ഉള്ള കുട്ടികൾക്ക് ഇവർക്കെല്ലാം ഒരു സ്പൂൺ കഴിക്കാൻ പറ്റും. അത് മാത്രമല്ല സ്കിന്നിൽ പുരട്ടുമ്പോൾ സ്കിന്നിലും എല്ലാം പറ്റും. സ്കിന്നിൽ പറ്റും. പക്ഷെ ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യണ്ട. ഒരു ന്യൂട്രൽ സ്കിന്നാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് ഒരു മസാജ് കൊടുത്തിട്ട് ഒന്ന് ക്ലെൻസ് ചെയ്ത് വെന്ത വെളിച്ചെണ്ണ. അതും ഹോട്ട് പ്രസ്ഡ് ആണ്. അതെ, ഹോട്ട് പ്രസ്ഡ്. കാരണം സാധാരണ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞ് കോൾഡ് പ്രസ്ഡ് വരുന്നത്. ഞാൻ ഹോട്ട് പ്രസ്ഡാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ആക്ച്വലി എൻ്റെ സുഹൃത്തുക്കൾക്ക് മാത്രമാണ് എത്തിക്കുന്നത്. എനിക്കിതൊരു വ്യാപകമായ വിപണിയൊന്നുമില്ല. പക്ഷേ ഇത് ഞാൻ ജനങ്ങളിലേക്ക് പറയുന്നത് നിങ്ങൾക്കിത് വീട്ടിലുണ്ടാക്കാം. യൂട്യൂബിൽ നോക്കിയൊക്കെ വീട്ടിലുണ്ട്. പക്ഷേ നിങ്ങളെ വീട്ടിൽ ഒരു വെന്ത വെളിച്ചെണ്ണയുടെ ബോട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലേ? കാലിലൊക്കെ ഈ പൊട്ടുന്നതും ക്രാംസിനും ഒക്കെ നല്ലതാണ്. ഈ ഉപ്പൂറ്റി വിണ്ട് കീറൽ എന്ന് പറയുന്നത് അതിന് രാത്രി പുരട്ടിയിട്ടാണ് രാവിലെ തന്നെ സൊല്യൂഷൻ കിട്ടുന്നതാണ്. അത് സ്കിന്നും ഡ്രൈ ആയിരിക്കുമല്ലോ. അപ്പൊ എന്തായാലും ഇത് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. നല്ലതാണ്. അല്ലേ? വെളിച്ചെണ്ണ ഒന്ന് ബ്രാൻഡ് ചെയ്യാന്ന് വെച്ചിട്ടല്ല, എണ്ണയല്ല. ഡോക്ടറിന് ഇരിക്കട്ടെ. ഡോക്ടർ, ഇതിൻ്റെ ഇടയിൽ ഡോക്ടർ കോട്ടേജസിനെ പറ്റി ഞാൻ ബ്രീഫ് ചെയ്തത്. എന്താണ് കോട്ടേജസ്? എന്താണ് ട്രീറ്റ്മെൻറ്റ്? കോട്ടേജസ് നമ്മളിപ്പം അതിനൊരു ആംബിയൻസിനകത്ത് ഞാൻ ഒത്തിരി വിശ്വസിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നമ്മുടെ തണലോരത്തിലേക്ക് വന്നു കയറുമ്പം അതൊരു തണലോരമായിരിക്കണം എന്നുള്ളത്. കോട്ടേജസിന് പേരുണ്ട്. കോട്ടേജസിന് പേരുണ്ട്. അതൊരു പഞ്ചമഹാഭൂത കൺസെപ്റ്റിലാണ്. പഞ്ചമഹാഭൂത കൺസെപ്റ്റിലാണ്. ഞാൻ പ്രത്യേകം കുത്തിയിരുന്ന് പഠിക്കണം. പഞ്ചമഹാഭൂത. പഞ്ചമഹാഭൂത എന്താണ് പറയുന്നത്? വാട്ട് ഈസ് ഇറ്റ്? 5 മഹാഭൂതങ്ങളാണ്. അപ്പോൾ ഒരു കോട്ടേജിന് വായു എന്നാണ് പേരിട്ടിരിക്കുന്നത്. വായു, അഗ്നി, ഭൂമി, ആകാശം, ജലം. ഇങ്ങനെയാണ് ഈ ഓരോ കോട്ടേജിനും നമ്മൾ അതിൻ്റേതായിട്ടുള്ള കൺസെപ്റ്റ് കൊണ്ടുവരാനും ശ്രമിച്ചിട്ടുണ്ട്. വായുവിനകത്ത് കുറച്ചും കൂടെ ചെടികൾ, അകത്ത് തന്നെ ഒരു സിറ്റ് ഔട്ട് പോലെയൊക്കെ ഉണ്ടാക്കി അതിനകത്ത് ചെടികളും, അത് ഇപ്പം അങ്ങനത്തെ ഇപ്പം എന്തൊരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി പോലെയുള്ള ആളുകൾ വരുമ്പം മിക്കവാറും റെക്കമെൻഡ് ചെയ്യണത് ആ കോട്ടേജായിരിക്കും. ജലം എന്ന് പറഞ്ഞ് നമുക്കൊരു കോട്ടേജ് ഉണ്ട്. അതിനകത്ത് പഴയ പോലത്തെ ഒരു ജലം കൺസെപ്റ്റ് ഉണ്ട്. പഴയ തൊട്ടിയും കിണറും ഒക്കെ വെച്ചിട്ടുള്ളൊരു അങ്ങനത്തെ എന്താ പറയുക, ഇപ്പോൾ സോറിയാസിസ് കേസിനൊക്കെ ഞങ്ങൾ ജലത്തിൽ നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഭൂമിയോട് ഇണങ്ങിച്ചേർന്ന് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഭൂമി എന്ന് പറയുന്ന കോട്ടേജിൻ്റെ വാഷ്റൂമൊക്കെ നമ്മൾ ശരിക്കും ഭൂമി തന്നെയാണ്. ഭൂമിയിലാണ് ചവിട്ടി നിൽക്കുന്നത്. അപ്പോൾ അതിനെന്താ വെച്ചാൽ സ്റ്റോൺസ് ഇട്ടിട്ടുണ്ട്. ഹൗവർ നമുക്ക് ഡയറക്റ്റ് കണക്ഷൻ വേണം ഭൂമിയിലേക്ക് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അങ്ങനെ ഓരോന്നിനും ആകാശം കാണുന്ന രീതിയിൽ കുറച്ചും കൂടെ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ അനുഭവിക്കുന്നവർക്ക് അതായിരിക്കും നന്നാവുമെന്ന് തോന്നി. അങ്ങനെ അഗ്നി എന്ന് പറഞ്ഞൊരു കോട്ടേജ് ഉണ്ട്. അത് ഫുഡ് റിലേറ്റഡ് ആണ്. ഡൈജസ്റ്റീവ് കേസുകൾ, ഡൈജഷൻ കൊണ്ടും ഗട്ട് ഹെൽത്തിനും ഒക്കെ വരുന്നവർക്ക് അഗ്നിയാണ് വേണ്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 5 കോൺസെപ്റ്റൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറയാറുണ്ട്. അഗ്നി, ആകാശ്, പൃഥ്വി, വായു, ജൽ, ദ 5 elements of this world. നമ്മൾ കൈകൊണ്ട് ആഹാരം കഴിക്കണം എന്നാണ്. കൈകൊണ്ട് when you touch the food with the 5 fingers, you touch it with the 5 elements of the world എന്നാണ്. അപ്പോൾ ഇത് ജലം, അതുകൊണ്ട് മൂത്രമൊഴിക്കാൻ പോകുന്ന നമ്മൾ ടോയ്ലറ്റിൽ പോകുന്ന പറയും അല്ലേ? അപ്പം അങ്ങനെ ഓരോ വിരലിനും ഒരു ഭൂത കോണ്ടാക്ട് ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ? 5 elements ആയിട്ട്. അപ്പോൾ ഇത് കൈ കൊണ്ട് ആഹാരം കഴിക്കാണ്ട് ഈ സ്പൂണും ഫോക്കും കൊണ്ട് കഴിക്കുന്ന ഒരു വേൾഡ് ഉണ്ട്. അവർക്ക് ക്രൂരമായ തണുപ്പ് കാരണം അവൻ്റെ ഗതികേടിൽ അവന് കൈ കൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഭയങ്കര ഫാഷനബിളായിട്ട് എടുക്കുന്ന ആൾക്കാരോട് കൈ കൊണ്ട് കഴിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളാണുള്ളത്?
കൈ കൊണ്ട് നമ്മൾ ടച്ച് ചെയ്യുവാണ്, അതിനെ സ്മെല്ല് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ കൈ നമ്മുടെ നാവിലേക്ക് പോകുമ്പോൾ നമ്മളത് കൃത്യമായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ട്. കൈ വെച്ച് തന്നെയാണ് നമ്മൾ ആഹാരം കഴിക്കേണ്ടുന്നത്. ചോറ് നമ്മൾ സ്പൂൺ വെച്ച് കഴിക്കുന്നതും നമ്മുടെ കയ്യിൽ അതിലൊരു ഡയറക്റ്റ് കണക്ട് കൊടുക്കുന്നതും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. കൈ കൊണ്ട് തന്നെ കഴിക്കണം. ഓരോന്നും നമുക്ക് ടച്ച് ചെയ്ത് നോക്കി നമുക്ക് നമ്മുടെ ഓരോ സെൻസസിനെയും എത്തിക്കാൻ പറ്റും. ഒരു നാരങ്ങാച്ചാറ് കഴിക്കുമ്പോഴും അതൊന്ന് തൊട്ടൊന്ന് നാവിൽ വയ്ക്കുന്നത് തന്നെയല്ലേ. അത് സ്പൂൺ വെച്ചിട്ട് നാവിലേക്ക് പോകുന്നതും കൈ വെച്ചിട്ട് നാവിലേക്ക് പോകുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. ഡോക്ടറെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഡോക്ടറുടെ ഞാൻ ഈ ഐസ് എടുത്ത് കൈ പിടിച്ച തൊണ്ട വേദനിക്കും കുറച്ച് കഴിയുമ്പോൾ. അതേപോലെ എപ്പോഴെങ്കിലും ഡോക്ടർ ട്രൈ ചെയ്യേണ്ടത് പാവയ്ക്ക ജ്യൂസ് അടിക്കണം, എന്നിട്ട് ഈ വിരൽ മുക്കി വയ്ക്കണം, തൊണ്ട കഴിക്കും. ട്രൈ ചെയ്തോ? ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം, നാളെ തന്നെ ആവട്ടെ. നല്ല പാവയ്ക്ക ജ്യൂസ് അടിക്കുക, വിരൽ മുക്കി വെക്കുക, കുറച്ച് കഴിയുമ്പോൾ വാ കഴിക്കാന്ന് പറയാം. സോ ദാറ്റ് ഈസ് ഹൗ ദ ബോഡി ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ്. എൻ്റെ ചെറിയ നോളജ് ആണ്. അപ്പം നമ്മുടെ ശരീരം ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ബ്രെയിൻ പോലും ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ബ്രെയിൻ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി തന്നെ ഓൾമോസ്റ്റ് ഒരു LED ബൾബ് കത്താനുള്ള ഇലക്ട്രിസിറ്റി ഉണ്ടെന്നാണ്. അപ്പം നമ്മളെ ബോഡി ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടാവണമെന്ന് പറയും. നമ്മൾ കഴിക്കുന്ന ഫുഡും ഇലക്ട്രോലൈറ്റ്സ് ജനറേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്ന അതുകൊണ്ടാണ്, അല്ലേ? കാരണം ഈ ബോഡി ഒരു യൂണിവേഴ്സാണ്. അപ്പം അതൊക്കെ കൊണ്ടായിരിക്കണം ജനങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കി എൻ്റെ ഒരു സയന്റിഫിക് റിസർച്ച്, ഞാൻ ബേസിക്കലി ഫുഡ് സയൻസിനെ പറ്റി മനസ്സിലാക്കിയ ഒരു കാര്യം. അതേപോലെ കുടല് ഒന്ന് അഴിച്ചിട്ട് കഴിഞ്ഞാൽ അല്ലേ നമുക്ക് ഈ പറയുന്ന അതിന്റെ ലെങ്ത് അതെ അല്ലേ. അപ്പൊ ഇത് ഇത്രയും സയന്റിഫിക് ആയിട്ടുള്ള, ഇത്രയും ഒരു AIക്കും കണ്ടുപിടിക്കാൻ ഇതുവരെ പറ്റാത്ത, ഇത്രയും സെൻസിബിൾ ആയിട്ടുള്ള ദ വേൾഡ്സ് മിറാക്കിൾ ക്രിയേഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ആണ്. ദ വേൾഡ്സ് മിറാക്കിൾ, ഈ യൂണിവേഴ്സിൽ ആ യൂണിവേഴ്സുമായിട്ടുള്ള എല്ലാ സയന്റിഫിക് കണക്ഷനും ഈ ബോഡിയിൽ എൻഗ്രേവ്ഡ് ആണ്. അതുകൊണ്ടായിരിക്കണം ഒരു തംനെയിൽ നമുക്ക് മാത്രമായിട്ട് തരുന്നത്, ഒരു തമ്പ് ഇംപ്രഷൻ അല്ലേ. അപ്പോൾ അത്രയും സയന്റിഫിക് ആയിട്ട് മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ആയുർവേദത്തിന് കേരളത്തിലെ മലയാളികളും ചേർത്ത് പിടിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. ഡോക്ടർ പ്യാരി അതിനൊരു അതിനൊരു ലീഡാവട്ടെ. ഡോക്ടർ പ്യാരിയെ പോലുള്ള ഡോക്ടേഴ്സ് മുമ്പോട്ട് വരട്ടെ. എൻ്റെ എല്ലാവിധ ഭാവങ്ങളും. So thank you so much, doctor. This was a fabulous conversation with you. So this is Dr. Pyari, an Ayurvedic doctor from Kottarakara. And I believe that this conversation was very interesting for all of you. And thank you so much, doctor. Thank you, sir. Thank you. Today we didn't just talk about medicine. We spoke about life. We often look for healing in hospitals, but maybe it begins at home. Maybe the biggest illness today is not in our body, but in our lifestyle. And maybe true healing begins the moment we choose to listen to our body, our mind, and our soul. Thank you, Dr. Pyari Mohan. Thank you so much for reminding us that health is not a luxury. It is a responsibility. Thank you so much.